വൈവിധ്യങ്ങളുടെ സൗന്ദര്യം കൊണ്ട് ലോകത്തിന് മുഴുവൻ മാതൃകയായി നിറഞ്ഞു നിന്ന മഹത്തായ ഈ രാജ്യം ഇന്ന് ദൗർഭാഗ്യകരമായി ഏതാണ്ടൊരു 10-15 വർഷമായി നമ്മുടെ രാജ്യത്തിൻ്റെ അന്തസ്സാർന്ന പൈതൃകത്തിനും പാരമ്പര്യത്തിനും നമ്മുടെ രാഷ്ട്രത്തിൻ്റെ മതേതരമായ പൈതൃകത്തിനും ചേരാത്ത വിധത്തിൽ രാജ്യത്തിൻ്റെ ജനതയെ ഭിന്നിപ്പിക്കാനും തമ്മിലടിപ്പിക്കാനും പ്രതിജ്ഞ എടുത്തിട്ടുള്ള ഒരു പറ്റം ഫാസിസ്റ്റ് ശക്തികളുടെ കൈകളിൽ അമർന്നതോടുകൂടി നമ്മുടെ രാജ്യം അതെന്നാണോ അവർ അധികാര കസേരയിൽ കയറിയത് അന്ന് മുതൽ മറ്റൊരു കാലത്തും നമ്മുടെ രാജ്യം അഭിമുഖീകരിച്ചിട്ടില്ലാത്ത തരത്തിലുള്ള വ്യത്യസ്തമായ വിഭിന്നങ്ങളായ പ്രശ്നങ്ങളിലൂടെ നമ്മുടെ രാജ്യം കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു രാജ്യത്തിൻ്റെ മഹത്വമെന്ന് പറയുന്നത് ആ രാജ്യം പ്രശ്നരഹിതമായി സമാധാനപൂർണമായി നിലനിൽക്കുകയാണ് എന്നാണ് സാധാരണഗതിയിൽ ഭരണാധികാരികൾ വിചാരിക്കാറുള്ളതെങ്കിൽ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, നമ്മളെ ഇന്ന് ഭരിക്കുന്ന നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണാധികാരികൾ അവർ ധരിച്ചു വശായിരിക്കുന്നത്, അവർ വിശ്വസിച്ചു വശായിട്ടുള്ളത് ഒരു രാജ്യത്തിൻ്റെ മഹത്വം കുടികൊള്ളുന്നത് ജനങ്ങൾ തമ്മിലടിക്കുകയും അവർ ഭിന്നിക്കുകയും അവർ കലഹിക്കുകയും രാജ്യത്തിൻ്റെ സമാധാനം നഷ്ടപ്പെടുകയും ചെയ്യുന്നിടത്താണെന്ന് വിചാരിക്കുന്ന തികച്ചും വിധിവൈപരീത്യം നിറഞ്ഞ ദുസ്സഹമായ ഒരു സാഹചര്യത്തിൻ്റെ പ്രക്ഷുബ്ധാവസ്ഥകളിലൂടെ നമ്മുടെ രാജ്യം കടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ദുസ്സഹമായ സാഹചര്യത്തെ ഒരിക്കലും ഉൾക്കൊള്ളാനാവാത്ത നമ്മുടെ രാഷ്ട്രചേതന, അതിനെതിരിലുള്ള ജനാധിപത്യപരമായ നിയമപരമായ മതേതരമായ പ്രതിഷേധവും പ്രതിരോധവും അതിനെതിരിലുള്ള പ്രതിഷേധങ്ങൾ ഇന്ന് രാജ്യവ്യാപകമായി ഉയർത്തിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് കേരളത്തിൻ്റെ മുക്കുകളിൽ ഇന്ന് ഇതുപോലുള്ള ഉത്ബോധന സദസ്സുകൾ, രാജ്യരക്ഷാ സദസ്സുകൾ സംഘടിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ദൗർഭാഗ്യകരമായ ഒരു വിഭജനം നടന്നു. ആ വിഭജനം യഥാർത്ഥത്തിൽ അന്നും ഇന്നും നമ്മുടെ മനസ്സിൽ ചോര വീഴ്ത്തിക്കൊണ്ടിരിക്കുന്ന ദൗർഭാഗ്യകരമായ ഒരു സംഭവമാണ്. ഈ രാജ്യം ഒരു കാലത്തും വിഭജിക്കരുത് എന്ന് ആഗ്രഹിച്ചവരായിരുന്നു നാമൊക്കെ. പക്ഷെ ഖേദകരമെന്ന് പറയട്ടെ, വൈദേശിക ശക്തികൾ എപ്പോഴും, പ്രത്യേകിച്ച് ബ്രിട്ടീഷുകാർ, യൂറോപ്യന്മാർ, വംശമേധാവിത്വ മനോഭാവത്തിനടിമപ്പെട്ടവർ, തങ്ങളാണ് ലോകം ഭരിക്കാൻ തെരഞ്ഞെടുക്കപ്പെട്ട ദൈവദത്തമായ അവകാശികൾ, അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ ലോകത്തെ എന്നും ഭരിക്കാൻ അവകാശമുണ്ടായിരിക്കും, ഞങ്ങൾ വെള്ളക്കാരാണ്, വെള്ള നിറമുള്ളവരാണ്, ഉയർന്ന വംശീയതയുടെ വക്താക്കളാണ്, അതുകൊണ്ട് ലോകത്തെവിടെയും ഞങ്ങൾക്ക് കയറി ചെല്ലാനും ആ രാജ്യവും ആ നാട്ടിലെ ജനങ്ങളെയും കീഴ്പ്പെടുത്താനും അവകാശമുണ്ടെന്ന് വിചാരിച്ചു വശായ മനുഷ്യത്വത്തിൻ്റെ എക്കാലത്തെയും ശത്രുക്കളായ വംശീയവാദികളായ വെള്ളക്കാർ നമ്മുടെ രാജ്യം കുറച്ചുനാൾ ഭരിച്ചു എന്ന് ഞാൻ പറയാൻ കാര്യം, അതിനേക്കാൾ എത്രയോ അധികം നാൾ ഈ രാജ്യത്ത് വിദേശത്ത് നിന്ന് തന്നെ വന്ന വേറെ ചില വിഭാഗങ്ങൾ ഈ രാജ്യം ഭരിച്ചിട്ടുണ്ട് എന്നുള്ളത് നമ്മുടെ രാജ്യത്തിൻ്റെ വളരെ അഭിമാനകരമായ ചരിത്രത്തിൻ്റെ ഭാഗമായി നിൽക്കുന്നുണ്ട്. 800 ആണ്ടോളം ഇന്ത്യ ഭരിച്ച മുഗളന്മാർ എന്ന് നമ്മൾ അറിയപ്പെടുന്ന ഭരണകർത്താക്കൾ, അവർ മതപരമായി മുസ്ലിങ്ങളായിരുന്നുവെങ്കിൽ പോലും അവർ യഥാർത്ഥത്തിൽ ജന്മപരമായി അവർ ഇന്ത്യക്ക് വെളിയിലുള്ള വിദേശികളായിരുന്നുവെങ്കിൽ പോലും 800 വർഷക്കാലം അവർ ഈ രാജ്യം ഭരിച്ചപ്പോൾ സത്യത്തിൽ ഈ രാജ്യം അതിൻ്റെ യശസ്സിൻ്റെ, അതിൻ്റെ അഭിവൃദ്ധിയുടെ, പുരോഗതിയുടെ പരകോടിയിൽ പരമകാഷ്ഠയിൽ വിരാജിക്കുകയായിരുന്നു എന്നാണ് ആധുനിക ചരിത്രത്തെയൊക്കെ നന്നായി വിശകലനം ചെയ്യാനറിയാവുന്ന രാഷ്ട്രമീമാംസ പണ്ഡിതന്മാരൊക്കെ സമീപകാലത്ത് ഏറ്റവും ഉറക്കെ നമ്മളോട് വിളിച്ചു പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം, ഡോക്ടർ ശശി തരൂർ എന്ന് പറയുന്നത് ഇന്ന് ഇന്ത്യയുടെ പാർലമെൻറ്റിലെ ഏറ്റവും പ്രഗത്ഭനായ ഒരു പ്രതിപക്ഷ രാഷ്ട്രീയ നേതാവാണ്, കോൺഗ്രസിൻ്റെ നേതാവാണെന്നതിനെല്ലാം അപ്പുറം അദ്ദേഹത്തെ ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ സെക്രട്ടറി പദത്തിലേക്ക് തിരഞ്ഞെടുക്കാൻ മാത്രം അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കി നിർത്തി ലോകരാഷ്ട്രസഭയുടെ സെക്രട്ടറിയാകാൻ മാത്രം യോഗ്യനാണ് എന്ന് ലോകം വിലയിരുത്തിയ ഡോക്ടർ ശശി തരൂർ ഒരിക്കൽ പറയുകയുണ്ടായെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. മുഗളന്മാർ ഇന്ത്യ ഭരിച്ച കാലം ഇന്ത്യയുടെ സുവർണകാലമായിരുന്നു. അന്ന് രാജ്യത്തിൻ്റെ GDP, രാജ്യത്തിൻ്റെ ആഭ്യന്തര വളർച്ചാ നിരക്ക് 28% ഇന്ത്യ രാജ്യം അന്ന് മുതൽ ഇന്നോളം അത്രയും വലിയ ഒരു GDP-യിലേക്ക് കുതിച്ചുയരാൻ ഇന്ത്യ രാജ്യത്തിന് കഴിഞ്ഞിട്ടില്ല എന്ന് മുഗളന്മാരോട്, വിദേശികളോടെന്ന നിലയ്ക്കോ
അല്ലെങ്കിൽ അവർ മുസ്ലിങ്ങളാണെന്ന നിലയ്ക്കോ പ്രത്യേകിച്ച് എന്തെങ്കിലും ആഭിമുഖ്യമോ അമിതമായ കൂറോ ഒന്നുമില്ലാത്ത സത്യത്തോട് ആത്മാർത്ഥതയും അല്പം കൂറുമുള്ള ഒറ്റ കാരണത്തിൻ്റെ പേരിൽ നമ്മുടെ ഡോക്ടർ ശശി തരൂർ, നിങ്ങളുടെ തിരുവനന്തപുരത്തിൻ്റെ കൂടി എം പി ആണല്ലോ അല്ലേ? ഇവിടുത്തെ എം പി ആണോ അല്ലേ? അതെ ഇവിടെ പിന്നെ മണ്ഡലത്തിൻ്റെ അതിലൊന്നും എനിക്ക് അത്ര വലിയ പിടിയില്ലാത്തതുകൊണ്ട് ചോദിച്ചെന്നുള്ളൂ. അപ്പോൾ ഈ തിരുവനന്തപുരം മേഖലയുടെ എം പി കൂടെയാണ് അദ്ദേഹം പറഞ്ഞത്, ലോകത്ത് മുഴുവൻ ചർച്ച ചെയ്തത്. ഞാൻ പറഞ്ഞത് 800 ആണ്ടോളം ഇന്ത്യ ഭരിച്ച് ഇന്ത്യയുടെ അഭിവൃദ്ധിയുടെ പുരോഗതിയുടെ പരകോടിയിലേക്ക് കൈപിടിച്ച് ആനയിക്കാൻ വേണ്ടി സജ്ജര ഈ രാജ്യം 800 ആണ്ട് ഭരിച്ച വിദേശികളും രാജ്യത്തുണ്ടായിരുന്നിട്ടുണ്ട്. ആ ജനങ്ങളോട് ഇന്ത്യ രാജ്യം ഒരു കാലത്തും പോടാ പുറത്തെന്ന് പറഞ്ഞിട്ടില്ല. രാജ്യം വിട്ടു പോകാൻ ഇന്ത്യൻ ജനത അവരോട് പറഞ്ഞില്ല. അവരുടെ മതം വിശ്വസിക്കുന്നവരും അല്ലാത്തവരുമായ ആളുകൾ ഭൂരിപക്ഷം വരുന്ന ഹിന്ദു ജനതയോ അല്ലെങ്കിൽ ക്രൈസ്തവ ജനതയോ ബൗദ്ധരോ ജൂതനോ മതമുള്ളവനോ ഇല്ലാത്തവനോ ഒന്നും അവരോട് ഈ രാജ്യം വിട്ടു പോകണമെന്ന് പറഞ്ഞില്ല. കാര്യം അവർ ഈ രാജ്യത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടിയായിരുന്നു പ്രയത്നിച്ചുകൊണ്ടിരുന്നത്. അല്ലറ ചില്ല അസ്വസ്ഥതകളോ അപസ്വരങ്ങളോ ഒക്കെ ഏതൊരു രാഷ്ട്രത്തിലും ഉണ്ടാകാമെന്നുള്ളത് ഒഴിച്ചു നിർത്തിയാൽ നമ്മുടെ രാജ്യത്തിൻ്റെ ജനതയുടെ ഐക്യത്തിന്, അഖണ്ഡതയ്ക്ക്, രാജ്യത്തിൻ്റെ പൊതുവായ പുരോഗതിക്കായിരുന്നു അത്തരം ഭരണാധികാരികൾ എക്കാലത്ത് ഊന്നൽ നൽകിയിരുന്നത്. ഭരണം എന്നാൽ എന്താണ് എന്ന് നമ്മൾ അക്കാലം മുതൽ നമ്മുടെ ഇന്ത്യ രാജ്യത്തും ലോകത്തുമൊക്കെ കണ്ടുവരുന്നതാണ്. ജനങ്ങളുടെ ആഗ്രഹങ്ങളെ, ജനങ്ങളുടെ ഐക്യത്തെ, അവരുടെ നിലനിൽപ്പിനെ, അവരുടെ സമാധാനപൂർണമായ സഹവർത്തിത്വത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഭരണക്രമമാണ് ലോകത്ത് വേണ്ടത് എന്ന് അത്തരം മഹാന്മാരായ ഭരണാധികാരികളിലൂടെ കണ്ട ഈ രാജ്യം പക്ഷേ ബ്രിട്ടീഷുകാർ രാജ്യത്ത് വന്നപ്പോൾ അവർ നമ്മളെ തമ്മിലടിപ്പിക്കാൻ ശ്രമിച്ചു. നമുക്കറിയാവർക്കും അറിയാം, ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ 200 ആണ്ട് മാത്രമേ ഭരിച്ചുള്ളൂ. 800 കൊല്ലമൊന്നും ഭരിച്ചില്ല. ആ 200 ആണ്ട് ഭരിച്ച ബ്രിട്ടീഷുകാർ പക്ഷേ 200 കൊല്ലം തികയുമ്പോൾ ഇന്ത്യയിലുള്ള മുഴുവൻ ജനതയും ഒരുമിച്ച് അവരോട് പറഞ്ഞു. മുഴുവൻ ജനതയും ഒരുമിച്ച്. ആദ്യം മുസ്ലിമീങ്ങളായിരുന്നു. 1757 പ്ലാസി യുദ്ധത്തിലൂടെ ഇന്ത്യയിലേക്ക് ബംഗാളിലെ ഒരു നെൽവയലിൽ വെച്ച് അവർ റോബർട്ട് ക്ലൈവ് എന്ന് പറയുന്ന സേനാധിപൻ്റെ നേതൃത്വത്തിൽ സിറാജുദ്ദൗള എന്ന് പറയുന്ന മുസ്ലിം സഭ ഭരണാധികാരിയെ തോൽപ്പിച്ച് ഇന്ത്യയിലേക്ക് കയറി വന്ന അന്നു മുതൽ ആ വിദേശികളുടെ കയ്യിലിരിപ്പ് ശരിയല്ലെന്ന് തിരിച്ചറിഞ്ഞ് മുസ്ലിം സമുദായം അവരെ ഈ രാജ്യത്തു നിന്ന് പുറന്തള്ളി രാജ്യത്തിൻ്റെ പഴയ സമാധാനപൂർണമായ രാജ്യത്തിൻ്റെ പൈതൃകം കാത്തു സൂക്ഷിക്കാൻ ശ്രമിച്ചെങ്കിലും ഏതാണ്ട് ഒരു നൂറ്റാണ്ടോളം നീണ്ടുനിന്ന ആ സമര പോരാട്ടത്തിൽ രാജ്യത്തിൻ്റെ ഭൂരിപക്ഷ ജനതയായ ഹിന്ദു ജനത കാര്യമായ അളവിൽ പങ്കുവഹിക്കാതിരുന്ന കാരണത്താൽ ആ സ്വാതന്ത്ര്യം വേണ്ടത്ര വിജയിച്ചില്ല. പക്ഷേ 857 നമുക്കറിയാം, 757 പ്ലാസി യുദ്ധത്തോടുകൂടി ഇന്ത്യയിലേക്ക് വന്നവർ അവരുടെ ഒന്നാമത്തെ സ്വാതന്ത്ര്യ സമരം നടത്തിയത് 857 ചരിത്രം പറയുന്നത്. സത്യത്തിൽ അതല്ല. 857 ഒരു നൂറ്റാണ്ട് കാലം ബ്രിട്ടീഷുകാരെ ഇന്ത്യ സഹിച്ചൊന്നുമില്ല. അവരെ നേരത്തെ ഇവിടെ നേരിട്ടു. പക്ഷേ ഇന്ത്യൻ ജനത മുഴുവനും, ഇവിടുത്തെ ഹിന്ദുവും ഇവിടുത്തെ ക്രിസ്ത്യാനിയും ഇവിടുത്തെ എല്ലാ വിഭാഗം ജനങ്ങളും ഒന്നിച്ചു നിന്നുകൊണ്ട് ബ്രിട്ടീഷുകാരനോട് പോടാ എന്ന് പറഞ്ഞ ആദ്യത്തെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പേരാണ് 1857 ശിപായി ലഹള എന്ന് ബ്രിട്ടീഷുകാർ കളിയാക്കി വിളിക്കുന്ന ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഞാൻ പറഞ്ഞത് 1757 മുതലേ അവരോടുള്ള പോരാട്ടം, അവരെ പുറന്തള്ളാൻ രാജ്യം ശ്രമിച്ചെങ്കിലും 857 സമരം ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരമായി സർവരാലും അംഗീകരിക്കപ്പെട്ട മുഴുവൻ ജനതയുടെയും ഒന്നിച്ചൊട്ടുള്ള ഒരു സമരജ്വാലയായി മാറുകയുണ്ടായി. ഞാൻ പറഞ്ഞത്, ഒരു നൂറ്റാണ്ട് കഴിഞ്ഞപ്പോൾ ഈ രാജ്യത്തിന് മുഴുവൻ അവരെ വെറുത്തു. എന്താ വെറുക്കാൻ കാര്യം? എന്താ കാര്യം? ഞാനൊന്നും പറയുന്നില്ല. നിങ്ങളൊക്കെ പള്ളിക്കൂടത്തിൽ പോയിട്ടുള്ളവരാ. പാഠപുസ്തകങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അവർ ചെയ്തത്, ഈ രാജ്യത്തോട് ചെയ്ത ദ്രോഹം എന്തായിരുന്നു? ഡിവൈഡ് ആൻഡ് റൂൾ. ഡിവൈഡ് ആൻഡ് റൂൾ. ഭിന്നിപ്പിച്ച് ഭരിക്കുക രാജ്യത്തെ വ്യത്യസ്ത ജനവിഭാഗങ്ങളെ. രാജ്യത്തിൻ്റെ സവിശേഷത അതാണ്. രാജ്യത്തിൻ്റെ സവിശേഷത അതാണ്. ഈ രാജ്യത്തിൻ്റെ ജനങ്ങളുടെ വൈവിധ്യമാണ്. ആ വൈവിധ്യത്തെ മാനിച്ചുകൊണ്ട് മുഗളന്മാർ 800 കൊല്ലം ഭരിച്ചാലും ഞങ്ങൾക്ക് പ്രശ്നമല്ല. ഈ രാജ്യത്തിനവർ നേടിത്തരികയാണ് ചെയ്തത്. കുത്തബ് മിനാർ പോലെ സുന്ദരം, താജ്മിനാർ പോലെ സുന്ദരം, കുത്തബ് മിനാർ പോലെ ഉന്നതവും ചെങ്കോട്ട പോലെ സുഭദ്രവുമായ ഒരുപാട് ചരിത്രാവശിഷ്ടങ്ങളെ, രാജ്യത്തിൻ്റെ അഭിമാന സ്മാരകങ്ങളെ രാജ്യത്തിന് നേടിത്തന്ന് ഈ രാജ്യത്തവർ രാജ്യത്തിൻ്റെ ജനതയുടെ ഐക്യം മുന്നിൽ കണ്ട് ഭരിച്ചപ്പോൾ വിദേശിയാണെന്നത് അവർ പ്രശ്നമാക്കിയില്ല. അവരോടാരും നോ പറഞ്ഞില്ല. അതാണ് യഥാർത്ഥത്തിൽ. അല്ലാതെ അവർ മറ്റെന്തെങ്കിലും ആയിരുന്നു, മുസ്ലിങ്ങളായിരുന്നു എന്നുള്ളത് കൊണ്ട് അവരോട് ഈ രാജ്യം പ്രത്യേകിച്ച് കാണിച്ച ഒരാഭിമുഖ്യമൊന്നുമല്ല. മറിച്ച് അവർ രാജ്യത്തിൻ്റെ ജനത ഹിന്ദുവാകട്ടെ
അവൻ ക്രിസ്ത്യാനിയാകട്ടെ, അതുപോലെ തന്നെ ബുദ്ധനോ ജൈനനോ മതമുള്ളവനോ ഇല്ലാത്തവനോ ആരുമാകട്ടെ, അവരവരുടെ വ്യക്തിത്വം, അവരുടെ വിശ്വാസം, അവരുടെ വീക്ഷണം, അവരുടെ ആചാരം, അവരുടെ അനുഷ്ഠാനം അതവർക്ക് അവകാശപ്പെട്ടതാണ്. അതിൽ കൈവയ്ക്കാൻ ആർക്കും അവകാശമില്ല എന്ന് തീരുമാനിച്ച് ആ രാജ്യത്തിൻ്റെ ഭരണാധികാരികൾ ഇന്ത്യ ഭരിച്ചപ്പോൾ നമ്മൾ അവരോട് നോ പറഞ്ഞില്ല, അവരെ പുറത്തോട്ട് പോകാൻ ആവശ്യപ്പെട്ടില്ല, അവരോട് ചേർന്നു നിന്നു നമ്മൾ. അവർ ഈ രാജ്യത്തിൻ്റെ മണ്ണിൽ വീണു മരിച്ചു, അവർ ഈ രാജ്യത്തിൻ്റെ മണ്ണിൽ അലിഞ്ഞു ചേർന്നു. പക്ഷെ ബ്രിട്ടീഷുകാരൻ ഒരു 100 നൂറ്റാണ്ട് പിന്നിട്ടപ്പോൾ അവൻ ഡിവൈഡ് ആൻഡ് റൂൾ എന്ന തന്ത്രമെടുത്ത് ഈ രാജ്യത്തെ വ്യത്യസ്ത ജനവിഭാഗങ്ങളെ എങ്ങനെയാണ് തമ്മിൽ അടുപ്പിച്ച് അവരുടെ അധികാരം നിലനിർത്താൻ സാധ്യമാവുക എന്നാലോചിച്ചപ്പോൾ ഇന്ത്യൻ ജനത അവർക്കെതിരിൽ പൊരുതി അവരെ ഈ രാജ്യത്ത് നിന്ന് കെട്ടിക്കെട്ടിക്കുകയുണ്ടായി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ഈ രാജ്യം നമ്മളെ ഭിന്നിപ്പിക്കാൻ ശ്രമിച്ചവരോട് സഹിച്ചിട്ടില്ല, പൊറുത്തിട്ടില്ല എന്നാണ് ഞാൻ പറയുന്നത്. അവരാണ് ഈ രാജ്യം വിട്ടു പോകേണ്ടി വന്നപ്പോൾ, അവർക്ക് ഈ രാജ്യത്ത് നിന്ന് പോയേ തീരൂ എന്ന സാഹചര്യമുണ്ടായപ്പോൾ അവർ ചെയ്തതെന്താണെന്നറിയാമോ? നമ്മളെല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് അവരോട് പറഞ്ഞു, ഞങ്ങളുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യം തരണം, നിങ്ങൾ പോകണം, ഞങ്ങളെ നിങ്ങൾ ഭരിക്കണ്ട എന്ന്. സൂര്യനസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തോട് നമ്മൾ പറഞ്ഞപ്പോൾ അവരെ തരാതിരിക്കാൻ, പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ആവുന്നതും ശ്രമിച്ചു. രാജ്യത്തെ ജനങ്ങളെ തമ്മിലടിപ്പിക്കാൻ ശ്രമിച്ചു. ഡിവൈഡ് ആൻഡ് റൂൾ പാഠപുസ്തകങ്ങളിൽ അവരുടെ നയമായിരുന്നു നമ്മൾ പഠിക്കുന്ന. അതുകൊണ്ടാണ് അങ്ങനെ അവർ ശ്രമിച്ചപ്പോൾ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതൊന്നും ഈ രാജ്യം അംഗീകരിച്ചില്ല. അവരോട് പുറത്തു പോകാൻ പറഞ്ഞപ്പോൾ അവസാനം അവർ ചെയ്ത കൊലച്ചതിയൊന്നുണ്ട്. എന്തെന്നറിയോ? അതാണ് ഇന്നും നമ്മുടെ രാജ്യം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന നൊമ്പരങ്ങളുടെയൊക്കെ കാരണം. അത് മറ്റൊന്നുമല്ല, ഒരു രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യമാണ് നിങ്ങൾ ചോദിച്ചതല്ലേ. എന്നാൽ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം നിർബന്ധമാണെങ്കിൽ നിങ്ങൾ ഒരു രാജ്യമായി ഒരു കാലത്തും നിലനിൽക്കില്ല, നിങ്ങൾ 2 രാജ്യമായിക്കോ. 1947 അർദ്ധരാത്രിയിൽ ഈ രാജ്യത്ത് നിന്ന് ബ്രിട്ടീഷുകാരൻ ഇറങ്ങിപ്പോകുമ്പോൾ മൗണ്ട് ബാറ്റൺ പ്രഭു എന്ന് പറയുന്ന ആ വെള്ള വംശീയവാദി അയാളുടെ നേതൃത്വത്തിൽ ഈ രാജ്യത്തെ ഒരു വിഭാഗം ജനങ്ങളെ കയ്യിലെടുത്തുകൊണ്ട് ഈ രാജ്യത്തെ വിഭജിപ്പിക്കാനുള്ള എല്ലാ പദ്ധതികളും പൂർത്തീകരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരൊറ്റ അർദ്ധരാത്രിയിൽ രാജ്യം വിട്ടു പോകുമ്പോൾ തന്നെ നമ്മളെ ഇന്ത്യയും പാകിസ്ഥാനുമായി 2ആയി പിളർത്തി. സഹോദരങ്ങളെ, ഇന്ത്യയും പാകിസ്ഥാനുമായി 2ആയി പിളർത്തി എന്നതും പോരാഞ്ഞ്, പിളർത്തിയാലും പോട്ടെ, അവരല്ലല്ലോ പിളറണമെന്ന് തീരുമാനിക്കേണ്ട സ്വന്തം ജനതയല്ലേ. നമ്മൾ ചോദിച്ചോ സ്വാതന്ത്ര്യമല്ലേ, കൊടുത്തിട്ട് പോയാൽ പോരെ. പക്ഷെ അവർ നമ്മളെ പിളർത്തിയിട്ടേ പോയുള്ളൂ എന്നതും പോരാഞ്ഞ് അവരൊരിക്കലും നമ്മൾ തമ്മിലുള്ള തമ്മിലടി, പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള വൈരം അവസാനിക്കരുത് എന്ന നിർബന്ധം കൊണ്ട് അവർ കാശ്മീർ എന്ന് പറയുന്ന ഒരു ഭൂപ്രദേശത്തെ നമുക്കിടയിൽ ഒരിക്കലും പരിഹരിക്കപ്പെടാത്ത അപരിഹാര്യമായ ഒരു ഡിസ്പ്യൂട്ടായി, അപരിഹാര്യമായ ഒരു സമസ്യയായി നമ്മുടെ മുമ്പിൽ ഇട്ടേച്ചും പോയി. അന്ന് മുതൽ ഇന്ന് വരെ യഥാർത്ഥത്തിൽ ആ നടന്ന വിഭജനത്തെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ നിങ്ങൾക്കറിയാമോ, ആ വിഭജനം എന്ന് പറയുന്നത് ഇന്നിപ്പോൾ പലരും പറയുന്നത് മുസ്ലിമീങ്ങളുടെ ആവശ്യമായിരുന്നു എന്നാണ്. ഇതൊക്കെ ഞാനിപ്പോൾ ഈ വഖഫുമായി ബന്ധപ്പെട്ട സമ്മേളനത്തിൽ, മദ്രസയുമായി ബന്ധപ്പെട്ട സമ്മേളനത്തിൽ നിങ്ങളോട് പറയാൻ കാരണം എന്തെന്ന് ചോദിച്ചാൽ, വഖഫ് പിടിച്ചെടുക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ വഖഫ് വസ്തുക്കൾ എന്താണ് വഖഫെന്ന് ആരോടും പറയാതറിയാം. വഖഫെന്ന് പറഞ്ഞാൽ സ്വന്തം ദൈവപ്രീതിക്ക് വേണ്ടി ഓരോരുത്തരും താൻ അധ്വാനിച്ചുണ്ടാക്കിയ തൻ്റെ പ്രവിശാലമായ സമ്പത്ത്, അവൻ്റെ സ്ഥാവര വസ്തുക്കൾ, ജംഗമ വസ്തുക്കളൊക്കെ ദൈവപ്രീതിക്ക് വേണ്ടി പടച്ച തമ്പുരാൻ്റെ പ്രതിഫലം ലഭിക്കുമെന്ന് ആഗ്രഹിച്ച് പരലോകത്തിന് വേണ്ടി സമൂഹത്തിൻ്റെ നന്മ ലക്ഷ്യമാക്കി, അള്ളാഹുവിൻ്റെ പ്രീതി, സമൂഹത്തിൻ്റെ നന്മ, ഇത് ലക്ഷ്യമാക്കിക്കൊണ്ട് ദാനം ചെയ്യുക എന്നതാണ് യഥാർത്ഥത്തിൽ വഖഫ് എന്ന് പറയുന്നതിൻ്റെ അർത്ഥമെന്ന് നമുക്കറിയാം. വഖഫിന് അതല്ലാതെ വേറൊരു നിർവചനവുമില്ല. അതല്ലാത്ത വേറൊന്നും വഖഫല്ല, അതല്ലാത്ത വേറെ എന്തെങ്കിലും വഖഫാണെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അത് വഖഫ് അല്ല, വഖഫ് ആവുകയില്ല എന്ന് ഇസ്ലാമിക ധർമ്മശാസ്ത്ര മതമീമാംസാപരമായ ന്യായങ്ങൾ പറഞ്ഞുകൊണ്ട് നമ്മൾ രംഗത്ത് വരും. അത് വഖഫാകൂല, നമ്മൾ പറയുന്നത് വഖഫാകൂല. സ്വന്തം ഭൂമി, സ്വന്തം അധീനത്തിലുള്ളത് ദൈവത്തിൻ്റെ പ്രീതി കാക്ഷിച്ച്, സമൂഹത്തിൻ്റെ നന്മ ലക്ഷ്യം വെച്ച്, പരലോക പ്രീതിക്ക് വേണ്ടി, ആത്മശാന്തിക്ക് വേണ്ടി ആരെങ്കിലും തനിക്ക് വിലപ്പെട്ടത് മാറ്റിവെക്കുന്നതിൻ്റെ പേരാണ് വഖഫ്.
ആ വഖഫിലാണ് ഈ രാജ്യത്തിൻ്റെ യശസ്സുയർത്തിയായി രാഷ്ട്രത്തിൻ്റെ പുരോഗതിക്ക് നിദാനമായ ഒരുപാട് ആസ്ഥാനങ്ങൾ, മന്ദിരങ്ങൾ, ഒരുപാട് സംരംഭങ്ങൾ ഈ രാജ്യത്ത് ഉരുവം കൊണ്ടുവന്നത് ആ വഖഫിനെ ആധാരപ്പെടുത്തിക്കൊണ്ടാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ വഖഫിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ വഖഫ് എന്ന് പറയുന്നത് പള്ളികളും മദ്രസകളുമാണെന്ന് മാത്രമാണ് പലരും ധരിച്ചു വച്ചിരിക്കുന്നത്. പക്ഷെ വഖഫിൻ്റെ ഭൂമിയിൽ ഇന്ത്യ രാജ്യത്ത് ആർക്കിയോളജി ഓഫ് ഇന്ത്യയുടെ ഒരുപാട് സ്ഥാപനങ്ങൾ വഖഫിൻ്റെ ഭൂമിയിലാണ്. അത് വഖഫാ. അതുപോലെ തന്നെ ഇന്ത്യൻ റെയിൽവേക്ക് വഖഫിൻ്റെ ധാരാളം ഭൂമികൾ ഇന്ത്യൻ റെയിൽവേയുടെ കൈവശമുണ്ട്. അതുപോലെ തന്നെ ഡൽഹി കോർപ്പറേഷൻ്റെ വളരെ കണ്ണായ ഒരുപാട് സ്ഥലങ്ങൾ വഖഫിൻ്റെ ഭൂമിയാണ്. നിങ്ങൾക്കറിയോ, വഖഫ് എന്ന് പറയുന്നത് പള്ളി പണിയാനും മദ്രസ ഉണ്ടാക്കാനും മുസ്ലിങ്ങൾ സ്വന്തം കാര്യം നടത്താനും വേണ്ടി മാത്രമല്ല, ദൈവത്തിൻ്റെ പ്രീതി കാക്ഷിച്ചുകൊണ്ട് കോടിക്കണക്കിന് രൂപ വിലമതിക്കുന്ന, ഇന്ന് വിലമതിക്കുന്ന കണ്ണായ ഭൂമികൾ പടച്ച തമ്പുരാന് വേണ്ടി, രാഷ്ട്രത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി, സമൂഹപ്രീതിക്ക് വേണ്ടി വിട്ടുകൊടുത്തതാണ്. നിങ്ങൾക്കറിയോ, 2002 LK അദ്വാനി ഉദ്ഘാടനം ചെയ്ത ബോംബെയിലെ മില്ലേനിയം പാർക്കുണ്ട്. ആ മില്ലേനിയം പാർക്ക് 10 ഏക്കർ കബറിടത്തിന് വേണ്ടി വഖഫ് ചെയ്ത സ്ഥലമാണ്. 10 ഏക്കർ കബറിടത്തിന് വേണ്ടി വഖഫ് ചെയ്തതാണ് മില്ലേനിയം പാർക്ക് ഉണ്ടാക്കിയത്. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ നിങ്ങൾക്കറിയോ, ആർക്കും തർക്കമില്ല, ലോകം മുഴുവൻ ചർച്ച ചെയ്യുന്നതാണ്. അംബാനി എന്ന് പറയുന്ന ലോകസമ്പന്നനായി പിന്നെ മാറിയതാ ഒരു പ്രധാനമന്ത്രിയുടെ മുതലാളി, സ്വന്തം മുതലാളി. അത് വളരെ താണു നിന്നിടത്തുനിന്ന് ഒന്നാമനായി റോക്കറ്റ് പോലെ കുതിക്കുക, അതുപോലെ തന്നെ കൂപ്പുകുത്തുക, പിന്നെ പൊങ്ങുക, പ്രതിഭാസങ്ങൾക്ക് വിധേയനായിക്കൊണ്ടിരിക്കുന്ന അംബാനി ബോംബെയിൽ പണി കഴിപ്പിച്ചിരിക്കുന്ന ആ ഭൂമി, ആ വീട്, ആഡംബര വസതി, 32 നിലകളിൽ ഉയർന്നു നിൽക്കുന്ന, അത് ആൻറ്റീലിയ എന്ന അതിൻ്റെ പേര്. ആ സാധനം വഖഫിൻ്റെ ഭൂമിയിലാണ്. ആർക്കും തർക്കമുള്ള കാര്യമല്ല. അത് വഖഫിന് വില കൊടുത്തു എന്ന സംതിങ് എന്തോ ചിലതൊക്കെ ഒരു 10 സെൻറ്റിൻ്റെ, നമ്മുടെ എറണാകുളത്തോ അല്ലെ തിരുവനന്തപുരത്തോ 10 സെൻറ്റിൻ്റെ വില പോലും കൊടുക്കാതെ 22 കോടിയോ മറ്റോ കൊടുത്തിട്ട് വില കൊടുത്ത് മുത്തവല്ലിമാരെ ദുരുപയോഗം ചെയ്ത് ചൂഷണം ചെയ്തുകൊണ്ട് സ്വന്തമാക്കി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ഇതൊക്കെ ഇന്ത്യ രാജ്യത്തിൻ്റെ വഖഫായിരുന്നു എന്നുള്ളതാണ് സത്യം. പക്ഷേ നമ്മുടെ രാഷ്ട്രത്തിൻ്റെ സുപ്രീം കോടതി ഇരിക്കുന്നത് ഇത്തരം വിഷയങ്ങളുമായി ഡൽഹിയുടെ വഖഫ് ബോർഡ് മുന്നോട്ട് പോയപ്പോൾ, നിയമ നടപടികളുമായി മുന്നോട്ട് പോയപ്പോൾ സ്വകാര്യ വ്യക്തികൾ വഖഫ് ഭൂമികൾ പിടിച്ചെടുക്കുന്നു എന്നതായിരുന്നു അതിൻ്റെ പ്രകോപനം. നിങ്ങൾക്കറിയാമോ, ആർക്കിയോളജി ഓഫ് ഇന്ത്യയുടെ വസ്തുക്കൾ പിടിച്ചെടുക്കാൻ വഖഫ് ബോർഡ് ഒരു കാലത്ത് ശ്രമിച്ചില്ല. അതുപോലെ തന്നെ റെയിൽവേയുടെ ഭൂമി പിടിച്ചെടുക്കാൻ ശ്രമിച്ചില്ല. ഡൽഹി കോർപ്പറേഷന്റെ ഭൂമി വഖഫിൻ്റെതാണ്, പലതും പിടിച്ചെടുക്കാൻ ശ്രമിച്ചില്ല. പക്ഷേ സ്വകാര്യ വ്യക്തികൾ അത് പിടിച്ചെടുത്ത് നക്കാപ്പിച്ച് കൊടുത്തുകൊണ്ട് മുത്തവല്ലിമാരെ കബളിപ്പിച്ച് സ്വന്തമാക്കാൻ ശ്രമിച്ചപ്പോൾ അത് നിയമപരമായി തടയാൻ വേണ്ടിയിട്ട് കേസിന് പോയപ്പോൾ അറിയാൻ കഴിഞ്ഞു സുപ്രീം കോടതി ഇരിക്കുന്ന വഖഫിൻ്റെ ഭൂമിയിലാണ്. പക്ഷേ ഈ രാജ്യത്തെ ഇന്ത്യൻ മുസ്ലിം ജനസാമാന്യമോ പണ്ഡിത സമൂഹമോ ഇതൊക്കെ ഞങ്ങളുടെ വഖഫാ, അതുകൊണ്ട് ഇങ്ങോട്ട് തന്നേരെ എന്ന് പറഞ്ഞ് പിടിച്ചെടുക്കാൻ ശ്രമിച്ചവരല്ല നമ്മൾ എന്ന് ഓർക്കണം. എന്താണ് അതിൻ്റെ അർത്ഥം? ഈ രാജ്യത്ത് വഖഫ് ചെയ്യപ്പെടുന്ന വഖഫ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം മുസ്ലിമീങ്ങൾക്ക് എന്തെങ്കിലും ഗുണം കിട്ടുന്ന കുറേ കാര്യങ്ങളെന്നല്ല ഇപ്പോൾ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. വഖഫ് എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളുടേത് മാത്രവും മുസ്ലിങ്ങൾക്ക് മാത്രം ഗുണം കിട്ടുന്നതും മറ്റുള്ളവർക്ക് എന്തോ ദോഷം ഉണ്ടാക്കുന്നതുമാണെന്നാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണാധികാരികൾ പ്രചരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. പക്ഷേ വഖഫ് എന്താണെന്ന് നമ്മൾ ശരിയായ വിധത്തിൽ അറിയാൻ ശ്രമിക്കുമ്പോൾ വഖഫിൻ്റെ ആത്യന്തികമായ ലക്ഷ്യമെന്ന് പറയുന്നത് പടച്ചവൻ്റെ പ്രീതിയോടൊപ്പം ജനനന്മയാണെന്നതുകൊണ്ട് ഇതൊക്കെ വഖഫിൻ്റെ ആണെന്ന് പറഞ്ഞിട്ടും ഒരു മുസ്ലിം പണ്ഡിതനോ മുസ്ലിം പേഴ്സണലോ ബോർഡ് കേസിന് പോയത് നിങ്ങൾക്കറിയാവോ? ജമിയത്തുൽ ഉലമായ ഹിന്ദ്, ഞാനതിൻ്റെ കേരള സെക്രട്ടറിയാണ്. അത് ഇന്ന് ബുൾഡോസർ രാജനെതിരിൽ സുപ്രീം കോടതിയിൽ കേസ് നടത്തി വിജയിച്ചു. മദ്രസയ്ക്കെതിരെയുള്ള നീക്കത്തിനെതിരിൽ കേസ് നടത്തി വിജയിച്ചു. അതുമായി ബന്ധപ്പെട്ട് ഇപ്പോഴത്തെ മുഴുവൻ പ്രശ്നങ്ങളിലും കേസ് നടത്തി സുപ്രീം കോടതിയിൽ നിന്ന് അനുകൂലമായി വിധി നേടിയെടുത്തുകൊണ്ടിരിക്കുന്ന ജമിയത്തുൽ ഉലമായ ഹിന്ദ് എന്ന് പറയുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ മുസ്ലിം പണ്ഡിത ബഹുജന പ്രസ്ഥാനമുണ്ട്. ആ പ്രസ്ഥാനം പോലും ഒരു കേസിന് പോയില്ല. എന്താ പോകാത്തത്? ദൈവപ്രീതിക്ക് വേണ്ടി, പൊതുജന നന്മയ്ക്ക് വേണ്ടി അത് സർക്കാർ കൈകാര്യം ചെയ്യുമ്പോൾ അത് വഖഫിൻ്റെ വിശാലമായ അർത്ഥത്തിൽ വരുന്നുണ്ട്, അതുകൊണ്ട് അത് പിടിച്ചെടുക്കേണ്ട കാര്യമില്ല എന്ന വളരെ ഉദാരമായ മനോഭാവമാണ് മുസ്ലിം സമുദായം വെച്ച് പുലർത്തിയത്. അല്ലെങ്കിൽ അതിനെതിരെ കേസ് പോണ്ടേ? പക്ഷേ ഒന്നുകിൽ മുസ്ലിം സമുദായത്തിൻ്റെ പൂർവികന്മാർ, കാരണവന്മാർ
അവരുടെ പരലോക നന്മ ലക്ഷ്യം വെച്ച് സമൂഹത്തിന്റെ നല്ലതിനു വേണ്ടി വഖഫ് ചെയ്തത് ആ സമൂഹത്തിന്റെ സമുദായത്തിന്റെ ഉപകാരത്തിന് ഉന്നമനത്തിന് ഉപകാരപ്പെടണം. അത് പൊതുസമൂഹത്തിന് ഉപകാരപ്പെടും. അല്ലെങ്കിൽ അത് രാജ്യം ഏറ്റെടുത്ത് രാജ്യത്ത് ജീവിക്കുന്ന മുഴുവൻ ജനങ്ങൾക്കും ഉപകാരപ്പെടുന്ന ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കണം. ഇത് രണ്ടുമല്ലാത്ത കാര്യങ്ങൾക്ക് വഖഫ് വിനിയോഗിക്കപ്പെടുകയും മുത്തവല്ലിമാരെ സ്വാധീനിച്ചുകൊണ്ട് സ്വകാര്യ വ്യക്തികൾ വഖഫ് ഭൂമികൾ തട്ടിയെടുക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ മാത്രമാണ് മുസ്ലിം സമുദായം ആ പ്രശ്നത്തിൽ കേസിന് പോലും പോയത് എന്ന് ഇന്ന് വഖഫിന്റെ വിഷയത്തിൽ മുസ്ലിം സമുദായത്തെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് വഖഫ് പിടിച്ചെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് മറ്റ് സമുദായങ്ങളുടെ നേരെയുള്ള കയ്യേറ്റമാണ് എന്നൊക്കെ പറഞ്ഞ് ഇവിടെ ദൗർഭാഗ്യവശാൽ ക്രൈസ്തവ സമൂഹത്തിലെ പോലും ചില ആളുകൾ, അത് കാസ എന്ന് പറയുന്ന വർഗീയ തീവ്രവാദികളെ നമുക്ക് വെറുതെ വിടാം. അതുപോലെ തന്നെ ഈരാറ്റുപേട്ടയിലെ ജനങ്ങൾക്ക് വേണ്ടാതായ ഒരു വർഗീയവാദിയായ MLA ഉണ്ടായിരുന്നു പഴയ, അയാളുടെ ആ വൃത്തികെട്ട മനുഷ്യന്റെ വർത്തമാനങ്ങൾ വെറുതെ വിടാം. അതിനെല്ലാം അപ്പുറത്ത് ക്രൈസ്തവ സമൂഹത്തിലെ ഒരു പറ്റം പുരോഹിതന്മാർ പോലും വഖഫ് ബോർഡ് ഒരു കൊള്ള സംഘമാണ് എന്നൊക്കെ അവരുടെ മുഖപത്രത്തിൽ ലേഖനം എഴുതുന്നിടത്തേക്ക് എത്തുന്നത് വളരെ വേദനാജനകമാണ്. അവിടെ നമ്മൾ എന്താണ് യഥാർത്ഥത്തിൽ വഖഫ് എന്ന് സമൂഹത്തെ പറയുകയും പരിചയപ്പെടുത്തുകയും ബോധ്യപ്പെടുത്തുകയും ആരുടെയും ഒരിഞ്ച് ഭൂമി പോലും വഖഫിന്റെ പേരിൽ മുസ്ലിം സമുദായം കൊള്ളയടിച്ച ചരിത്രം പ്രവാചക കാലം മുതൽ ഇല്ല എന്ന് മാത്രമല്ല, സ്വന്തം അവകാശം പോലും വേണ്ടി വന്നാൽ വിട്ടുകൊടുത്ത ചരിത്രമല്ലാതെ ആരുടെയും അവകാശം പിടിച്ചു പറിച്ചിട്ടില്ല എന്ന് നമുക്കിന്ന് പറയാൻ നിർബന്ധിതരാകുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മളുള്ളത്. അതുകൊണ്ട് ഇവിടെ വഖഫിനെ സംബന്ധിച്ച് നമ്മൾ ആദ്യമായി അറിയേണ്ടതുണ്ട്. വഖഫ് എന്ന് പറഞ്ഞാൽ ഇവിടെ പലരും ധരിച്ചു വെച്ചിരിക്കുന്നത് എന്തെന്നറിയാവോ? വഖഫ് എന്ന് പറയുന്നത് മുസ്ലിങ്ങളുടെ പള്ളി മദ്രസയാണെന്നാണ്. ആദ്യം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ മനസ്സിലാക്കുക, വഖഫിനെ കുറിച്ചുള്ള നമ്മുടെ ചില തെറ്റായ ധാരണകളാണ് ഈ പ്രശ്നങ്ങൾക്കൊക്കെ കാരണം. നമ്മുടെ ഈ എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളിൽ ഇവിടെ ഇരിക്കുന്ന പണ്ഡിതന്മാർ പലരും പല ജമാഅത്തുകളെ പ്രതിനിധീകരിച്ചു വരുന്നവരാണ്, അതിൻ്റെ ഭാരവാഹികളാണ്. വഖഫ് പലപ്പോഴും എന്തിനാണെന്ന് അറിഞ്ഞ് പ്രവർത്തിക്കാൻ പലപ്പോഴും നമ്മുടെ മഹല്ല് ഭാരവാഹികൾക്ക് കഴിയാറില്ല എന്നുള്ളതാണ് സത്യം. ധാരാളം വഖഫ് ഭൂമികൾ കൈവശമിരിക്കുമ്പോഴും ആ വഖഫ് എന്ത് ലക്ഷ്യത്തിന് വേണ്ടി വിനിയോഗിക്കണം, അത് വെറുതെ അന്യാധീനപ്പെട്ടു പോകാൻ അനുവദിക്കാൻ പാടില്ലെന്നതുപോലെ ആ വഖഫ് വസ്തുക്കൾ സമുദായത്തിനും സമൂഹത്തിനും ഉപകാരപ്പെടുന്ന വിധത്തിൽ വിനിയോഗിക്കൽ അവരുടെ ബാധ്യതയാണെന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കാൻ വഖഫിൻ്റെ മുത്തവല്ലിമാരായ കസ്റ്റോഡിയന്മാരായ നമ്മുടെ മഹല്ല് ഭാരവാഹികൾക്ക് പോലും പലപ്പോഴും കഴിയാതെ പോയിട്ടുണ്ടെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അത് നമ്മുടെ ഒരു സ്വയം തിരിച്ചറിവായിരിക്കണം. ഇന്ന് വഖഫ് പിടിച്ചെടുക്കാൻ പലരും ശ്രമിക്കുമ്പോൾ നമുക്കൊരുപാട് പാഴായി കിടക്കുന്ന വഖഫ് ഭൂമികളുണ്ട്. ഞാൻ പറയട്ടെ, ഞാൻ ഒരു പള്ളിയിൽ ഇമാമായിരുന്നു എറണാകുളം ജില്ലയിൽ. 25 ഏക്കർ ഭൂമിയിലാണ്. കേരളത്തിലെ തന്നെ ഏറ്റവും വില കൂടിയ മണ്ണ്, ഫിനാൻഷ്യൽ ക്യാപിറ്റൽ എന്ന് പറയാം. ഒരു 500 കോടിയുടെ ആസ്തി വരും. ഞാൻ പറയുന്നത്, പക്ഷേ ആ 25 ഏക്കറും വെറുതെ കിടക്കുക, ഉപയോഗമില്ലാതെ ഉപകാരമില്ലാതെ വഖഫ് ഭൂമി വെറുതെ ഇടുന്നവർ യഥാർത്ഥത്തിൽ സ്വന്തം സമുദായത്തോടും ആ വഖഫ് ഭൂമിയുടെ ഗുണം സമൂഹത്തിന് ലഭിക്കേണ്ടുന്ന ഉന്നതമായ സാമൂഹിക പ്രവർത്തനങ്ങളിലൂടെ വഖഫ് ഭൂമിയെ ക്രിയാത്മകമാക്കി തീർത്ത് ജനോപകാരപ്രദമാക്കി തീർക്കുന്ന പ്രക്രിയയിൽ നിന്ന് പുറകോട്ട് പോകുമ്പോൾ സമൂഹത്തിന് നൽകുന്ന തെറ്റായ മെസ്സേജ് കാരണമാണ് ആ വഖഫ് ഭൂമികൾ കയ്യേറാനും വഖഫ് കൊണ്ട് സമൂഹത്തിന് യാതൊരു ഗുണവുമില്ലെന്ന് തോന്നാനും കാരണമാകുന്നത്. ഞാനൊരു കാര്യം പറയട്ടെ, വഖഫ് എന്ന് പറയുന്ന എന്താ എല്ലാവരും വിചാരിച്ചിരിക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വഖഫ് ഉണ്ടായത് എങ്ങനെയാ? ഈ ലോകത്ത് പടച്ച തമ്പുരാൻ നമുക്ക് എന്തെങ്കിലും തന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം നമ്മൾ തന്നെ അള്ളിപ്പിടിച്ച് ഈ ലോകത്ത് അതിൻ്റെ പരമാവധി 1000 കോടിയോ 10,000 കോടിയോ 50,000 കോടിയോ എനിക്കുണ്ടായാൽ, എനിക്ക് ആയിരക്കണക്കിന് ഏക്കർ ഭൂമി എൻ്റെ കൈവശമുണ്ടായാൽ അതെല്ലാം ഞാനും എൻ്റെ മക്കളും മാത്രം അനുഭവിക്കണം. ഇതാണല്ലോ നമ്മുടെ ഇന്നത്തെ മനോഭാവം, അല്ലേ? പൊതുവെ എങ്ങനെയാ? എല്ലാ മുതലാളിമാരും സ്ഥിതി തന്നെ. ഏത് മുതലാളിയാ? എനിക്ക് 10,000, എനിക്ക് 100 ഏക്കർ ഭൂമിയുണ്ട്, അതുകൊണ്ട് ഒരു 50 ഏക്കർ അല്ലെങ്കിൽ ഒരു 25 ഏക്കർ സാധുക്കൾക്ക് കൊടുത്തേക്കാന്ന് വിചാരിക്കാം മുതലാളി. ഇത് മുതലാളിത്തത്തിൻ്റെ ഒരു പൊതു മനോഭാവമാണ്. എനിക്ക് 50,000 കോടിയുടെ ആസ്തിയുണ്ട്, അതുകൊണ്ട് ഞാനൊരു 10,000 കോടി ചാരിറ്റിക്ക് മാറ്റി വെച്ചേക്കാം, ജനങ്ങൾക്ക് ഉപകാരപ്പെടട്ടെ എന്ന് വിചാരിക്കാമല്ലോ. അതൊക്കെ മനുഷ്യത്വമല്ലേ? അങ്ങനെയൊന്നും പൊതുവെ മനുഷ്യർ വിചാരിക്കൂല. അങ്ങനെ വിചാരിക്കാത്തവരെയാണ് ഇസ്ലാം അങ്ങനെ ചെയ്യാൻ വിചാരിപ്പിച്ചത്. നിങ്ങൾക്ക് പടച്ച തമ്പുരാൻ തന്നത് നിങ്ങൾക്ക് അധികം തന്നിട്ടുണ്ടെങ്കിൽ, ആവശ്യം കഴിഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ
അത് നിങ്ങൾക്ക് മാത്രം അനുഭവിക്കാനുള്ളതല്ല, അത് നിങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടി തന്നതാണ്. നീ അതിൽ നിന്റെ മനസാക്ഷിക്കൊത്ത് പ്രവർത്തിക്കുന്നുണ്ടോ? ഞാൻ ചോദിക്കട്ടെ, 10,000 കോടിയുടെ ആസ്തിയുള്ള ഒരു മുതലാളിക്ക് സത്യത്തിൽ അത് മുഴുവൻ തനിക്ക് തിന്നാൻ പറ്റില്ലല്ലോ. താൻ മരിച്ചു പോകുമ്പോ ഇത് ഏതെങ്കിലും കുറെ മനുഷ്യർക്ക് ഉപകാരപ്പെടട്ടെ, 1000 കോടി മാറ്റി വെച്ചുകൂടെ? ഒക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ചിരിക്കാൻ തോന്നുമായിരിക്കും. പക്ഷെ ആരാണ് ചെയ്യുക? ഞാൻ ചോദിക്കട്ടെ, 100 ഏക്കർ ഭൂമി ഒരാൾക്കുണ്ടെങ്കിൽ 1000 ഏക്കർ ഭൂമിയുണ്ട്, അയാൾക്ക് 1000 ഏക്കർ ഭൂമി ഒന്ന് മാറ്റി വെച്ചുകൂടെ? പക്ഷെ അത് വേണമെന്ന് തോന്നണമെങ്കിൽ അതിനെ പ്രേരിപ്പിക്കുന്ന ഒരു വിശ്വാസ പ്രമാണം ഉണ്ടാകണം. പരിശുദ്ധ ഖുർആനും മഹാനായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് നമ്മളോട് പറഞ്ഞു, മനുഷ്യ, നിന്റെ കയ്യിൽ അല്ലാഹു തന്ന അനുഗ്രഹമൊന്നും നിന്റെ സ്വന്തമല്ല, നിന്റെ ആവശ്യം കഴിച്ചുള്ളത്. അവർ ചോദിക്കും, നബിയെ, അങ്ങോട്ട് ഞങ്ങൾ എന്തൊക്കെ ചെലവഴിക്കണം നബിയെ? ചെലവ് ചെയ്യേണ്ടത് എന്താണെന്ന് നിങ്ങൾ അങ്ങയോട് ചോദിക്കുമ്പോൾ അവരോട് പറയുക, ആവശ്യം കഴിച്ച് മിച്ചമുള്ളതെല്ലാം ചെലവാക്കാനുള്ളതാണെന്ന്. ശരിക്കും അതാണ് വേണ്ടത്. ആവശ്യം തീർന്നിട്ട് ബാക്കിയുള്ള ചെലവാക്കാനല്ലെങ്കിൽ പിന്നെന്തിനാ എന്നാണ് ഖുർആൻ പറഞ്ഞത്. ഇത് ഉൾക്കൊണ്ടുകൊണ്ടാണ് അന്ന് മുതൽ ഇന്ന് വരെ വഖഫിന്റെ അത്ഭുതങ്ങൾ ഈ ലോകത്ത് വിരചിച്ച മുസ്ലിം സമുദായത്തിന്റെ നമ്മുടെ പൂർവികന്മാരാണ് ലോകത്തെമ്പാടും വഖഫിന്റെ ഭൂമിയിലാണ്. ഒരു കാലഘട്ടത്തിൽ ഇസ്ലാമിക സംസ്കാരത്തിന്റെ ഈറ്റില്ലങ്ങളിലെല്ലാം ഭരണ സംവിധാനത്തിന് പൊതുജനാവശ്യങ്ങൾക്ക് പണം കണ്ടെത്താൻ ആവശ്യം വരുമ്പോൾ അവർ സമ്പന്നരായ വ്യക്തികളിൽ നിന്ന് ദാനത്തിന് പ്രേരിപ്പിച്ച് പണം കണ്ടെത്താറുണ്ടായിരുന്നു. അങ്ങനെയാണ് ഓരോ രാജ്യങ്ങൾക്കും വഖഫ് ഉണ്ടായത്. അതുകൊണ്ട് ചിന്തകന്മാർ അതിനെക്കുറിച്ച് പറയുന്നത്, വഖഫ് എന്ന് പറയുന്നത് മെറ്റീരിയൽ ഫൗണ്ടേഷൻ ഓഫ് ഇസ്ലാമിക് സൊസൈറ്റി എന്നാണ്. ഇസ്ലാമിക് സൊസൈറ്റിയുടെ ഭൗതിക അടിത്തറ വഖഫാണ് എന്നാണ്. അതുകൊണ്ട് വഖഫിന്റെ തൊട്ടിലിൽ ജനിച്ച്, വഖഫിന്റെ ഭക്ഷണം കഴിച്ച്, വഖഫിന്റെ ഖബറിൽ അന്തി ഉറങ്ങുന്നവരായിരുന്നു ഇസ്ലാമിക സമൂഹം ഇന്നലകളിൽ. വഖഫിന്റെ തൊട്ടിലിൽ ജനിച്ച്, വഖഫിന്റെ ഭക്ഷണം കഴിച്ച്, വഖഫിന്റെ ഖബറിൽ അന്തിവിശ്രമം കൊള്ളുന്ന ഖബർസ്ഥാനുകളെല്ലാം വഖഫല്ലേ? അവിടെ കാരണവന്മാര് വഖഫ് ചെയ്തതല്ലേ? ഒക്കെ വില കൊടുത്ത് വാങ്ങിച്ച കുറവല്ലേ? അങ്ങനെ ചെയ്യാൻ പ്രേരിപ്പിച്ച് ഓരോ മനുഷ്യനെയും ഉദാരനാക്കി തീർത്ത അത്ഭുതകരമായ ഒരു പ്രത്യയശാസ്ത്രമായി ഇസ്ലാം വളർന്നപ്പോ ആ വളർച്ചയിൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ കൽപ്പനകളിൽ വഖഫിനെ സംബന്ധിച്ച് പറഞ്ഞ കാര്യം ഇന്ന് പള്ളിയെന്നും മദ്രസയെന്നും മാത്രമായി അതിൻ്റെ അർത്ഥത്തെ പരിമിതപ്പെടുത്തിയ നമ്മൾ കൂടി ഇന്നത്തെ ഈ ദുരൂഹമായ ദുസ്സഹമായ സാഹചര്യത്തിന് ഉത്തരവാദികളാണെന്ന് ഞാൻ സങ്കടത്തോടുകൂടി പറയുകയാണ്. ഞാൻ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ എന്തിനാ വഖഫ് എന്ന് പറഞ്ഞേ? സബ്ഉൻ തജ്രീ ലിൽ അബ്ദി ബഅദ മൗതി. നീ നിനക്ക് ഈ ഭൂമിയുടെ ഉപരിതലത്തിൽ ജീവിക്കാൻ അവസരം തന്ന അല്ലാഹ് ഈ ലോകത്തുനിന്ന് വിട പറഞ്ഞു പോകുമ്പോ, ഞാൻ ഭൂമി ജീവിച്ചിട്ട് 1000 ഏക്കർ ഈ ഭൂമിയുടെ ഉപരിതലത്തിൽ ഞാൻ വേലി കെട്ടി തിരിച്ച് ഇട്ടിട്ടുണ്ട് പടച്ചവനെ എന്ന് പറഞ്ഞ് നിന്റെ റബ്ബിനെ കാണാൻ നിനക്ക് അവകാശമില്ല. സബ്ഉൻ തജ്രീ ലിൽ അബ്ദി ബഅദ മൗതി. ഒരു ദാസന് മരണത്തിന് ശേഷം 7 കാര്യങ്ങൾ അവന്റെ ഖബറിൽ പ്രയോജനപ്പെടും, അവന്റെ പരലോകത്തിൽ പ്രയോജനപ്പെടും. ഈ ലോകത്തെ അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമല, ജീവിതവും മരണവും അല്ലാഹു സൃഷ്ടിച്ചിരിക്കുന്നത് ഭൂമിയിൽ പ്രവർത്തിക്കാൻ അവസരം തന്ന സമയത്ത് നിങ്ങളിൽ ഓരോരുത്തരിലും ആരാണ് കൂടുതൽ മികച്ച നന്മ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചത്, ബെസ്റ്റ് പെർഫോമൻസ് നിങ്ങളിൽ ആരുടേതായിരുന്നു എന്നറിയാൻ വേണ്ടി മാത്രം തന്ന ഒരവസരമാണ് ഈ ജീവിതം. അതിനപ്പുറത്ത് ഈ ജീവിതത്തിന് അർത്ഥമില്ല. നന്മ കൂടുതൽ ചെയ്യാൻ ആർക്ക് പറ്റി? ഇത് പരീക്ഷിക്കാൻ പരിശോധിക്കാൻ വേണ്ടി മാത്രം തന്ന ജീവിതമാ. ഇവിടം കഴിഞ്ഞ് നീ തിരിച്ചു പോകുമ്പോ പരലോകത്ത് നീ ഈ ഭൂമിയുടെ ഉപരിതലത്തിൽ ചെയ്ത നന്മകൾ വിശകലനം ചെയ്യപ്പെടും എന്ന് പറഞ്ഞ് റസൂലുള്ളാഹി പറഞ്ഞു, സബ്ഉൻ തജ്രീ ലിൽ അബ്ദി ബഅദ മൗതി. 7 കാര്യങ്ങൾ ഈ ലോകത്തൊരാൾ ചെയ്യുമെങ്കിൽ മരണാനന്തരം അവന്റെ ഖബറിൽ അവൻ ഉപകാരപ്പെടും, അവന്റെ ഖബറിലേക്ക് അതിന്റെ നന്മ പ്രവഹിച്ചു കൊണ്ടിരിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ പറഞ്ഞ കൂട്ടത്തിൽ 7 കാര്യം പറഞ്ഞപ്പോൾ നമ്മൾ വിചാരിക്കും ഒന്നാമത് പറഞ്ഞ പള്ളി ഇല്ലേ? പക്ഷെ നോക്കൂ നിങ്ങൾ, അല്ലാഹുവിന്റെ റസൂൽ പറയാം, മൻ അല്ലമ ഇൽമാ, ആര് വിദ്യാഭ്യാസത്തിന്റെ ഏർപ്പാടുകൾ ചെയ്തോ, വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകി പ്രവർത്തിക്കുന്ന അത്തരം പ്രവർത്തനങ്ങളെയാണ് അല്ലാഹുവിന്റെ റസൂൽ ഒന്നാമതായി പറഞ്ഞത് എന്നോർക്കണം. ഇവിടെ വഖഫിന്റെ ഭൂമി നമ്മുടെ വസ്തുക്കൾ അന്യാധീനപ്പെടുത്തി നിയമ ഭേദഗതികൾ നടത്തിക്കൊണ്ട് വഖഫിന്റെ നമ്മുടെ അതോറിറ്റി ഇല്ലാതാക്കാൻ, അതുപോലെ തന്നെ വഖഫിന്റെ ഭരണം വെറും മുസ്ലിമീങ്ങളുടെ പൂർവികന്മാർ നൽകിയതല്ലാത്തതൊന്നുമില്ലാത്ത മുസ്ലിമീങ്ങളുടേത് മാത്രമായ ആത്മീയ സ്വത്ത് എന്ന് വിശേഷിപ്പിക്കേണ്ടുന്ന ആ വഖഫ് ഭരിക്കാൻ മുസ്ലിമീങ്ങളല്ലാത്ത 2 ആളുകൾ
അതിൻ്റെ ട്രസ്റ്റിൽ നിർബന്ധമായും ഉണ്ടാകണമെന്ന ഭേദഗതി ഇവിടെ എഴുതി വെക്കുമ്പോൾ മുസ്ലിങ്ങളല്ലാത്ത രണ്ടുപേരുണ്ടാകണം. ദേവസ്വം ബോർഡ് ഇതുപോലുള്ള ഹിന്ദുക്കളുടെ ക്ഷേത്ര സ്വത്തായ ദേവസ്വം ബോർഡ് ഭരിക്കുന്നിടത്ത് ഹിന്ദുക്കളല്ലാത്ത രണ്ടുപേര് വേണമെന്നില്ല. അത് നമ്മുടെ അഖിലേഷ് യാദവ് ചോദിച്ചു പാർലമെന്റിൽ. അതുപോലെ തന്നെ DMKയുടെ കനിമൊഴി ചോദിച്ചു, മുസ്ലിങ്ങളല്ല. അവർക്കും മനസ്സിലായില്ല. ഇത് തലയ്ക്ക് വെളിവുള്ള ആർക്കും മനസ്സിലാകാത്തതാണ്. അവർ ചോദിച്ചു, കനിമൊഴിയും ചോദിച്ചു, അഖിലേഷ് യാദവും ചോദിച്ചു, KC വേണുഗോപാലും ചോദിച്ചു, അങ്ങനെ നമ്മുടെ ജോൺ ബ്രിട്ടാസും ചോദിച്ചു. നമ്മുടെ രാജ്യത്തിൻ്റെ മതേതര ബോധമുള്ള നമ്മുടെ ജനപ്രതിനിധികളെല്ലാം അവിടെ എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഈ സമൂഹത്തോട് ചോദിക്കുക, ഭരിക്കുന്നു എന്ന് പറയുന്ന ഈ വർഗീയവാദികളോട് ചോദിക്കുകയാണ്, നിങ്ങൾക്കെങ്ങനെ മുസ്ലിമീങ്ങളുടെ ദൈവസ്വത്തിൽ മാത്രം രണ്ടാളുകൾ മുസ്ലിങ്ങളല്ലാത്തവർ അത് നിയന്ത്രിക്കാനുണ്ടാകണമെന്ന് എഴുതാൻ പറ്റുന്നു? ദേവസ്വം ബോർഡിൽ അതുണ്ടോ? സഭാസ്വത്തുക്കളിൽ അതുണ്ടോ? സഭാസ്വത്ത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പൊ സഭ, ഞാനെല്ലാ ക്രൈസ്തവരെയും പറയുകയല്ല, ക്രൈസ്തവ സഹോദരങ്ങളെല്ലാം വർഗീയവാദികളെയല്ല. പക്ഷേ ഇത് കൊള്ളസംഘമാണ് വഖഫ് എന്ന് ദീപിക പത്രത്തിൽ എഴുതിയ ഒരച്ഛൻ ജോഷി മയ്യാറ്റിൽ. അതവരുടെ സഭയുടെ ഔദ്യോഗിക പത്രമാണ്. അങ്ങനെ പറയുന്നവരോട് നമുക്കൊന്ന് ചോദിക്കേണ്ടി വരും, സഭാസ്വത്ത് ഇന്ത്യയുടെ നിയമം അനുസരിച്ച് പോലും അല്ല ഭരിക്കുന്നത്. ഇന്ത്യയുടെ ഭരണഘടന അനുസരിച്ച് പോലും ഭരിക്കാൻ സഭാസ്വത്തിൽ അനുവാദം കൊടുത്തിട്ടില്ലവർ. കാനോൻ നിയമം അനുസരിച്ച്, പോപ്പ് പറയുന്നതനുസരിച്ച് മാത്രം സഭാസ്വത്ത് ഭരിക്കുമ്പോൾ അതിനകത്ത് ഹിന്ദുവുമില്ല, മുസ്ലിമുമില്ല. ദേവസ്വം ബോർഡിൻ്റെ ഭരണത്തിൽ വേറെ ആരുമില്ല. പക്ഷെ വഖഫ് സ്വത്തുകൾ അതിൻ്റെ ഭരണത്തിൽ നിർബന്ധമായും രണ്ട് അമുസ്ലിങ്ങൾ വേണം. അമുസ്ലിങ്ങളെ നിർബന്ധമായും വേണമെന്നുള്ളൂ. മുസ്ലിങ്ങൾ വേണമെന്നൊരു നിർബന്ധമില്ല. അങ്ങനെയുണ്ട്. മുസ്ലിങ്ങൾ വേണമെന്നൊരു നിർബന്ധം അതിനകത്ത് പറയുന്നില്ല. അപ്പം മുസ്ലിമിന് മാത്രം ഇടമില്ലാത്ത വിധത്തിൽ വഖഫിൻ്റെ സ്വത്ത് ഭരിക്കണമെന്ന് ഈ ഭേദഗതികൾ എഴുതി വെക്കുമ്പോൾ, അതോടൊപ്പം തന്നെ അന്യാധീനപ്പെട്ട വഖഫ് സ്വത്തുക്കൾ, അതിൻ്റെ ഭേദഗതികളിലെ അപകടങ്ങളൊക്കെ ഞാൻ നിങ്ങളോട് പറയുന്നില്ല. ഏതെങ്കിലും വഖഫ് സ്വത്ത് കയ്യേറപ്പെട്ടിട്ടുണ്ട് എന്ന് ഈ ഭേദഗതി നിയമം പാർലമെന്റിൽ പാസ്സാക്കപ്പെട്ടതിന് ശേഷം പിന്നീട് കണ്ടെത്തിയാലും കോടതി മുഖേന സ്ഥാപിക്കപ്പെട്ടാലും ആ വഖഫ് സ്വത്ത് വഖഫിന്റെ അവകാശികൾക്ക് തിരിച്ചു കിട്ടേണ്ടതില്ല എന്ന് എഴുതി വച്ചേക്കാണ്. എന്ത് ന്യായമാണത്? രേഖാമൂലം അവകാശികൾക്ക് ഇത് ഞങ്ങളുടെ അവകാശമാണെന്ന് രേഖ കൊണ്ട് കോടതിയിൽ പിന്നീട് തെളിയിക്കാൻ കഴിഞ്ഞാൽ പോലും ഈ ഭേദഗതി വന്നാൽ പിന്നെ വഖഫാണ് എങ്കിൽ വഖഫിന്റെ അവകാശികൾക്ക് അത് തിരിച്ചു കിട്ടുകയില്ല എന്ന് പറയുന്നതിനകത്ത് എന്തെങ്കിലും നീതിബോധമുണ്ടോ? ഏതെങ്കിലും യുക്തിബോധമുണ്ടോ? ലോജിക്കുണ്ടോ? എന്തെങ്കിലും മനുഷ്യത്വമുണ്ടോ? എന്തെങ്കിലും ജനാധിപത്യമുണ്ടോ? എന്തെങ്കിലും മതേതരത്വമുണ്ടോ? അതുകൊണ്ട് മുസ്ലിം സമുദായം വഖഫിന് വേണ്ടി ഇവിടെ സമരരംഗത്തിറങ്ങുകയും ജനങ്ങളെ ഉത്ബുദ്ധരാക്കുകയും ചെയ്യാൻ ശ്രമിക്കുന്നത് ജനാധിപത്യ വിരുദ്ധമോ മതേതര വിരുദ്ധമോ അല്ലെന്ന് മാത്രമല്ല, ജനാധിപത്യം എന്തെന്ന്, മതേതരത്വം എന്തെന്ന്, നീതിബോധം എന്തെന്ന്, യുക്തിബോധം എന്തെന്ന് അറിയാത്ത നമ്മുടെ ഭരണാധികാരികൾക്ക് അത് ഉണ്ടാക്കി കൊടുക്കാനുള്ള ഒരു ശ്രമമാണ്. ആ ശ്രമത്തോട് രാജ്യനിവാസികൾ മുഴുവൻ ചേരുകയാണ് വേണ്ടത്. സന്തോഷകരമായ അനുഭവം പറയട്ടെ, നമ്മുടെ രാജ്യത്തെ ഏതാണ്ട് എല്ലാ ജനവിഭാഗങ്ങളും രാഷ്ട്രീയ ഭേദമില്ലാതെ, ഏതാണ്ട് ജാതി വ്യത്യാസങ്ങൾ ഏതുമില്ലാതെ, അതിനോടൊപ്പമാണ് ഒരു പിടി വർഗീയവാദികൾ ഒഴിച്ചാൽ, ഫാസിസ്റ്റുകൾ ഒഴിച്ചാൽ, പിന്നെ ക്രൈസ്തവ സഭയിലെ കാസ പോലുള്ള, എന്താണ് അവരുടെ പ്രകൃതമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നില്ല, അത് അങ്ങനെയുള്ള ചില വർഗീയവാദികളല്ലാതെ വേറെ ആരും ഈ നടപടി ശരിയാണെന്ന് പറയുന്നില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, മഹാനായ പ്രവാചകൻ പറഞ്ഞു, വിജ്ഞാനത്തിന്, വിദ്യാഭ്യാസത്തിന് വേണ്ടി ഇപ്പോൾ വഖഫ് ഭേദഗതി നടപ്പാക്കണം, ഞങ്ങളതിന് പിന്തുണ നൽകുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ചിലർ രംഗത്ത് വരാൻ അവർക്ക് ന്യായം പറയുന്നത് മുനമ്പത്തെ ഒരു ഭൂമിയെക്കുറിച്ചാണ്. ഫാറൂഖ് കോളേജുമായി ബന്ധപ്പെട്ട ഒരു മുനമ്പം ഭൂപ്രശ്നമാണ്, വഖഫ് ഭൂമിയുടെ പ്രശ്നമാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുനമ്പത്തെ വഖഫ് ഭൂമി അല്ല എന്നിവർ പറഞ്ഞ് സ്ഥാപിക്കാൻ ശ്രമിക്കുകയാണ്. മുനമ്പത്തെ ഒരു വിഭാഗം പാവപ്പെട്ട ജനങ്ങൾ അവിടെ ഫാറൂഖ് കോളേജിന്റെ മാനേജ്മെന്റുമായി സാമ്പത്തിക ഇടപാടുകൾ നടത്തി കൊടുത്തു വാങ്ങിയ ഭൂമിയിൽ ജീവിക്കുന്നുണ്ട് എന്ന് നമ്മൾക്ക് ബോധ്യപ്പെട്ടിട്ടുള്ള ഒരു സത്യമാണ്. ആ സത്യത്തെ മുസ്ലിം സമുദായം മുഴുവൻ ഒരുപോലെ അംഗീകരിക്കുകയും ആ പാവപ്പെട്ട ജനങ്ങളെ കുടിയൊഴിപ്പിച്ച് വഴിയാധാരമാക്കരുത് എന്ന കാര്യത്തിൽ ഒരു വ്യക്തിയോ ഒരു സംഘടനയോ അക്കാര്യത്തിൽ വ്യത്യസ്ത അഭിപ്രായം പറഞ്ഞിട്ടില്ല. അവരെ വഴിയാധാരമാക്കരുത്, അവരെ ഏറ്റവും കൃത്യമായ നിലയിൽ അവരെ പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടണം എന്ന കാര്യത്തിൽ എല്ലാ മുസ്ലിം സംഘടനകളും, എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും, എല്ലാ മുസ്ലിം ഇൻഡിവിജ്വൽസും ഒരുപോലെ പറഞ്ഞിട്ടും ക്രൈസ്തവ സമൂഹത്തിലെ ഒരു വിഭാഗം ആളുകളും അതുപോലെ തന്നെ ഫാസിസ്റ്റുകളും വന്നിട്ട് പറയുകയാ, അത് വഖഫിന്റെ ഭൂമിയല്ല, പ്രശ്നം അവിടെ തീരുന്നില്ലെന്ന് അവർ പറയുന്നത്. അവിടുത്തെ ആ പാവം ജനങ്ങൾ, കബളിപ്പിക്കപ്പെട്ട ജനങ്ങളെ പരിരക്ഷിക്കണമെന്ന് പറഞ്ഞാൽ തീരുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. പക്ഷേ അവർ പറയുന്ന അതല്ല,
ആ ഭൂമി വഖഫല്ല എന്നാണ്. വഖഫല്ലെന്ന് ആരാ പറഞ്ഞേ? വഖഫാകുന്നത് എന്താണ്? മൻ അല്ലമ ഇൽമ, ആരെങ്കിലും വിദ്യാഭ്യാസത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്താൽ. രണ്ടാമത് പറഞ്ഞു ഖറാ നഹറ, വഖഫിന്റെ ഭൂമിയിൽ മുസ്ലിമീങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന രണ്ടാമത്തെ പണി റസൂലുള്ളാഹി പറയുക, ഔ ഖറാ നഹറ, അല്ലെങ്കിൽ അവനൊരു നദി വെട്ടിക്കീറി ജനങ്ങൾക്ക് വേണ്ടി നദി ഒഴുക്കി കൊടുത്താൽ. ഒരു പുഴയിൽ നിന്ന് മറ്റൊരു പുഴയിലേക്ക്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജലാശയത്തിൽ നിന്ന് മറ്റൊരു ജലാശയത്തിലേക്ക് ഒരു നദി കീറുക. നമ്മുടെ നാടുകളിലൊക്കെ ഉണ്ടത്, അറേബ്യൻ സമൂഹങ്ങളിലൊക്കെ അത് കൂടുതലാ. ഒരു നദി, വഖഫിന്റെ ഭൂമി വഖഫ് ചെയ്തിട്ട് അതിലെ ഒരു നദി കീറി കൊടുത്താൽ അത് വഖഫാണ്. ആർക്കാണ് നദി? നിങ്ങൾ ആലോചിച്ച് നോക്ക്. മൂന്നാമത് പറയുകയാണ് ഔ ഹഫറ ബിഅറാ, അല്ലെങ്കിൽ കിണർ കുഴിച്ചിട്ട് വെള്ളം കുടിക്കാൻ വേണ്ടി പൊതുജനത്തിന് വിട്ടുകൊടുത്താൽ. വഖഫിന്റെ വഴികളാണ് ഈ പറയുന്നത്, റസൂലുള്ളാഹി പറഞ്ഞ ഹദീസാണ്. നാലാമത് ഔ ഖറസ നഖ്ല, അല്ലെങ്കിൽ നിങ്ങളുടെ 100 കണക്കിന് ഏക്കറുള്ള ഭൂമിയിൽ നിന്ന് ഒരു 10 ഏക്കർ ഒരു തോട്ടം നിർമ്മിച്ചിട്ട്, അത് റബ്ബർ തോട്ടം ആയിക്കോട്ടെ, പഴത്തോട്ടം ആയിക്കോട്ടെ, ഏതെങ്കിലും ഒരു തോട്ടമുണ്ടാക്കി ഈ തോട്ടത്തിന്റെ വരുമാനങ്ങൾ ഈ നാട്ടിലെ പാവപ്പെട്ട ജനങ്ങൾക്കാണ് അത് അനുഭവിക്കാൻ അവർക്ക് അവകാശമുണ്ടെന്ന് പറഞ്ഞാൽ വഖഫ് പോണ വഴിയേ. എൻ്റെ പ്രവാചകൻ മഹാനായ നബി എന്താണ് സല്ലല്ലാഹു അലൈഹി വസല്ലം വഖഫ് എന്താണ് എന്ന് നമ്മെ പഠിപ്പിച്ചതിൻ്റെ ആദ്യത്തെ 4 ഘടകങ്ങളാണെന്ന് വിദ്യാഭ്യാസം, 2 നദികൾ കീറി ഒഴുക്കൽ, മൂന്നാമത്തേത് കിണർ കുഴിച്ച് പൊതുജനങ്ങൾക്ക് വിട്ടുകൊടുക്കൽ, 4മത്തേത് തോട്ടം നിർമ്മിച്ച് ജനങ്ങൾക്ക് കൊടുക്കൽ. അതേ ഹദീസിന്റെ തുടർച്ചയിൽ 5മത് പറയുക ഔ ബന മസ്ജിദ, അല്ലെങ്കിൽ പള്ളി പണിതാൽ. അഞ്ചാമതാണ് പള്ളി പണിയലിന്റെ റസൂലുള്ളാഹി പറയണേ. പക്ഷെ നമുക്ക് വഖഫ് എന്ന് പറഞ്ഞാൽ പള്ളിയുള്ളൂ. നമ്മളൊക്കെ തന്നെ അല്ലേ സത്യത്തിൽ വഖഫിനെ തെറ്റിദ്ധരിപ്പിച്ചത് എന്ന് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുക. പള്ളി വേണ്ടെന്നല്ല ഞാൻ പറയണേ, പള്ളി നമുക്ക് അനിവാര്യമാണ്. പക്ഷെ പള്ളി മാത്രമാണോ പള്ളി? ഒരു പള്ളിക്ക് എത്ര സ്ഥലം വേണം? 25 ഏക്കറുള്ളിടത്ത് നിശ്ചിത സ്ഥലം പോരെ? മദ്രസയ്ക്ക് എത്ര വേണം? നിശ്ചിത സ്ഥലം പോരെ? അത് കഴിഞ്ഞാലുള്ള സ്ഥലം എന്തിനുള്ളതാണ്? ഇപ്പറയപ്പെട്ട നന്മകൾ ഒരു കിണറെങ്കിലും കുഴിച്ച് പൊതുജനത്തിന് വിട്ടുകൊടുക്കാൻ കഴിയണ്ടേ? അവിടെ ഒരു തോട്ടമുണ്ടാക്കി സമൂഹത്തിന് ഉപകാരപ്പെടുത്താൻ കഴിയണ്ടേ? അവിടെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനമുണ്ടാക്കി സൗജന്യമായി, അല്ലെങ്കിൽ വളരെ ഫീസ് ഇളവുകളോടുകൂടി സാധുക്കളായ കുട്ടികൾക്കെങ്കിലും പഠിപ്പിക്കാൻ കഴിയണ്ടേ? അള്ളാഹുവിൻ്റെ പ്രവാചകൻ പഠിപ്പിച്ച വഖഫ് ഇതൊക്കെയാ. ഇങ്ങനത്തെയുള്ള വഖഫിന്റെ കൂട്ടത്തിൽ പള്ളി പണിതാൽ, പിന്നെ ഔ വറസ മുസഹഫ, അല്ലെങ്കിൽ ഒരു മുസഹഫ് വഖഫ് ചെയ്തിട്ട് അത് ആളുകൾക്ക് ഓതാനും പഠിക്കാനും സൗകര്യം ചെയ്തു കൊടുത്താൽ, ഔ തറക വലദ, അല്ലെങ്കിൽ ഒരു മകനെ പുത്രനെ വിട്ടേച്ചു പോയി, യസ്തഗ്ഫിർ ലഹു ബഅദ മൗതിഹി, തനിക്ക് വേണ്ടി മരണാനന്തരം പാപമോചന പ്രാർത്ഥന നടത്തുന്ന നല്ലവനായ സാലിഹായ ഒരു സന്താനത്തെ. ഇതൊക്കെ നമുക്കറിയാമെന്ന്. പള്ളി, മുസഹഫ്, അതുപോലെ തന്നെ സാലിഹായ സന്താനത്തെ, ഇതൊക്കെ വഖഫ. നമുക്ക് നന്നായിട്ട് അറിയാം, നിലനിൽക്കുന്ന വഖഫുകൾ. ഈ 3 അല്ലാതെ ഏതെങ്കിലും വഖഫ് അറിയാവോ? പക്ഷെ ഈ വഖഫ് പറയുന്നതിന് മുമ്പ് റസൂലുള്ളാഹി പറഞ്ഞ ആദ്യത്തെ 4 വഖഫ് ഏതാ? അത് മുഴുവനും പൊതുജനത്തിന് ഉപകാരപ്പെടുന്ന വഖഫല്ലേ? വിദ്യാഭ്യാസ പ്രസ്ഥാനം. നദി ഒഴുക്കിയാൽ ആ നദിയിൽ നിന്ന് വെള്ളം കുടിക്കുന്നത് ഹിന്ദു അല്ലേ? മുസ്ലിം മാത്രമാണോ? ഹിന്ദു വരില്ലേ? ക്രിസ്ത്യാനി വരില്ലേ? ആരേലും തടയുമോ? കിണർ കുഴിച്ചു കൊടുത്താൽ അത് മുസ്ലിമിന് മാത്രമാണോ? ഹിന്ദുവിനും ക്രിസ്ത്യാനിക്കും മതമുള്ളവനും ഇല്ലാത്തവനും ഉപകാരപ്പെടില്ലേ? ആരെങ്കിലും തടയുമോ? ഒരു തോട്ടം പൊതുജനത്തിന്റെ തോട്ടമാ. കേരളത്തിൽ എവിടെയെങ്കിലും അതുപോലെ ഒന്ന് കാണണമല്ലോ എന്ന് ഞാൻ ഇങ്ങനെ ആഗ്രഹിക്കാറുണ്ട്. കാരണം ഹദീസല്ലേ ഇത്, ഒരെണ്ണമെങ്കിലും കാണണ്ടേ? ഈ തോട്ടം വഖഫാണ്, ആർക്കും പൊതുജനത്തിന് ഉപകാരം. ഈ സമുദായത്തിന് അത് കഴിഞ്ഞില്ല എന്നുള്ള സങ്കടം ഞാൻ പറയട്ടെ. പക്ഷേ നമ്മളത് ചെയ്തില്ലെന്ന് കരുതി നമ്മൾ ആരെയും പിടിച്ചെടുത്തൊന്നുമില്ലല്ലോ. നമ്മുടെ ഈ വഖഫിന്റെ ഭൂമിയിൽ നമ്മൾ ചെയ്യേണ്ടത് ചെയ്തില്ലെന്നുള്ളതൊരു സത്യമാണ്. ഇത് ചെയ്തിരുന്നെങ്കിൽ വഖഫിനെ കുറിച്ച് ഭരണകൂടം തെറ്റിദ്ധരിപ്പിക്കുമ്പോൾ നമ്മുടെ രാജ്യത്തെ ജനത പറഞ്ഞനെ, അങ്ങനെ വഖഫിന്റെ നേരെ ഒന്നും കൈവയ്ക്കണ്ട, ആ തോട്ടത്തിൽ തൊട്ടുപോകരുത്, ആ കിണറിൽ തൊട്ടുപോകരുത്, ഈ തോടോ ഈ കനാലോ തൊട്ടുപോകരുത് എന്ന് പറയുമായിരുന്നില്ലേ ഈ രാജ്യത്തെ ജനത? അത് പറയിക്കാൻ നമുക്ക് കഴിയാതെ പോയതിൻ്റെ കുറവ് കൂടി ഈ സായന്തനം, ഈ സമ്മേളനം ഏറ്റെടുത്തുകൊണ്ട് തന്നെ നമുക്ക് കാര്യങ്ങളെ കാണണമെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടുള്ള ഏർപ്പാട് വഖഫാണെന്ന് പ്രവാചകൻ പഠിപ്പിച്ചത് കേട്ടിട്ടാണ് മഹാനായ ആ മുനമ്പത്തെ, ഇന്നിപ്പോ ചെറായി ആ പ്രദേശത്തെ വഖഫിന്റെ ആ ഭൂമി പ്രാബല്യമുള്ള ചില ആളുകളും ചിലര്, മുസ്ലിം സമുദായത്തിന്റെ പൊതു താല്പര്യം അതല്ല. ഇന്നലെ എറണാകുളത്ത് കൂടിയിരുന്നു സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ APEK വിഭാഗങ്ങളുടെ പ്രതിനിധികൾ, ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമയുടെ പ്രതിനിധി, സംസ്ഥാനയുടെ, അങ്ങനെ എല്ലാ വിഭാഗത്തിൻ്റെയും പ്രതിനിധികൾ അത് വഖഫാണ് എന്ന് വഖഫിന്റെ ആധാരം പരിശോധിച്ച് പറഞ്ഞു കഴിഞ്ഞു.
ഷബാബ് മാസികയിൽ മുജാഹിദിന്റെ നിലപാട് വളരെ കൃത്യമായി ആധാരം പരിശോധിച്ചുകൊണ്ട് വഖഫാണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. എല്ലാവരുടെയും അഭിപ്രായം അത് തന്നെയാണ്. പക്ഷേ വഖഫാണെങ്കിലും വഖഫിന് ജനോപകാരപ്രദമായ ലക്ഷ്യങ്ങളുണ്ട്. ആരെയും ബുദ്ധിമുട്ടിക്കാനല്ല വഖഫ്. വഖഫാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഞങ്ങൾ ആ പാവപ്പെട്ട ജനങ്ങളോടൊപ്പം നിൽക്കാൻ തയ്യാറാണ് എന്ന് കേരളത്തിലെ മുസ്ലിം ജനത മുഴുവൻ ഒന്നിച്ചു പറയുമ്പോഴും മുസ്ലിമീങ്ങൾ വഖഫിന്റെ പേരിൽ ഭീകരത നടത്തുകയാണെന്ന് പറയുന്നവരുടെ ലക്ഷ്യമെന്താ? നമ്മളങ്ങനെയല്ലേ പറഞ്ഞുള്ളൂ എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം. അവർക്ക് ഈ രാജ്യത്ത് ജനങ്ങളെ ഭിന്നിപ്പിക്കലാണ് ലക്ഷ്യം, കലാപമാണ്. കാരണം എന്താ? നമ്മൾ വഖഫാണ് ആ ഭൂമി എങ്കിലും നിങ്ങളെ കുടിയൊഴിപ്പിക്കില്ല, അല്ലെങ്കിൽ കുടിയൊഴിപ്പിച്ചാൽ നിങ്ങൾക്ക് ഏറ്റവും മികച്ച പുനരധിവാസം ഉറപ്പുവരുത്തേണ്ടത് ഞങ്ങളുടെ കൂടി ബാധ്യതയായി ഞങ്ങൾ ഏറ്റെടുക്കും എന്ന് മുസ്ലിം സമുദായം ഒന്നിച്ച് പറഞ്ഞതോടുകൂടി വർഗീയവാദികളുടെ വോയിസ് പോയി. പിന്നെന്താ പറയാനുള്ളേ? അപ്പോഴാണ് ഒരു പറ്റം വർഗീയവാദികളെ സമുദായത്തിനകത്തും പുറത്തുമുള്ള ചിലരെ അവർ കൂട്ടുപിടിച്ചുകൊണ്ട് ഇത് വഖഫല്ല എന്ന് പറയാൻ ശ്രമിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, വഖഫാണോ എന്ന് തെളിയിക്കാൻ എന്താണ് സേട്ടു സാഹിബ് ഈ വഖഫ് എന്താണെന്നറിയോ? മുനമ്പത്തെ വഖഫാണല്ലോ എന്ന് കേരളത്തെ കത്തിക്കുന്നത്. അത് വെച്ചാണല്ലോ ഭേദഗതി നടപ്പാക്കണമെന്ന് ചിലർ പറയുന്നത്. ആ വഖഫാണോ എന്നറിയാൻ ആ എടപ്പള്ളി രജിസ്ട്രാർ ഓഫീസിൽ കിട്ടുന്ന വഖഫിന്റെ രേഖ കാണാം. 1950 പരമകാരുണികനും കരുണാനിധിയുമായ ഏക ഇലാഹിന്റെ തിരുനാമത്തിൽ നമ്മുടെ കാരണവന്മാർ ഭൂമികൾ എങ്ങനെയാണ് വഖഫ് ചെയ്തത്? അവരുടെ മക്കൾ അനുഭവിക്കേണ്ടുന്ന കോടാന കോടികളുടെ വസ്തു, ഇന്നത്തെ കോടാന കോടി കണക്ക് പറഞ്ഞാൽ എത്താത്ത ആ വസ്തുവകകൾ കൊടുത്തത് എങ്ങനെയാണെന്ന് കാണണം നിങ്ങൾക്ക്. പരമകാരുണികനും കരുണാനിധിയുമായ ഏക ഇലാഹിന്റെ തിരുനാമത്തിൽ 1950 അങ്ങനെ പോകുന്നു. ഫാറൂഖ് കോളേജ് മാനേജിംഗ് കമ്മിറ്റിക്ക് വേണ്ടി ഈ കമ്മിറ്റിയുടെ ഇപ്പോഴത്തെ പ്രസിഡന്റ് പാലക്കാട് താലൂക്ക് ഒലവക്കോട് അംശം കല്ലടിയിൽ മുസൽമാൻ മൊയ്തുട്ടി സാഹിബ് അവരുടെ പുത്രൻ തടിക്കച്ചവടം 66 വയസ്സായ ഖാൻ ബഹദൂർ ഉണ്ണിക്കമ്മു സാഹിബ് അവർ പേർക്ക് മുഹമ്മദ് സിദ്ദീഖ് സേട്ടു എഴുതി കൊടുത്ത വഖഫ് ആധാരം. ഇത് വഖഫല്ലെന്ന് ചിലർ പറയുക. വഖഫ് ആധാരം ഇപ്പോഴും രജിസ്റ്റർ ഓഫീസിൽ കിട്ടും. ഇനിയും അത് വഖഫാണോ എന്നറിയാൻ എടപ്പള്ളി സബ് രജിസ്ട്രാർ ഓഫീസ് 1123 875 നമ്പർ തീരാധാര പ്രകാരം എനിക്ക് ക്രയവിക്രയ പൂർണ്ണ സ്വാതന്ത്ര്യം സിദ്ധിച്ച് ഞാൻ കൈവശം വെച്ചും ദേഹണ്ണാദികൾ ചെയ്തും, ഇത് സിദ്ദീഖ് സേട്ടിന്റെ സ്വന്തം അല്ലെന്നാ ചിലർ പറഞ്ഞു നടക്കണേ. ഇത് രജിസ്ട്രാർ ഓഫീസിൽ ഇരിക്കുന്ന രേഖയാ. ഞാൻ ക്രയവിക്രയ പൂർണ്ണ സ്വാതന്ത്ര്യം സിദ്ധിച്ചും കൈവശം വെച്ചും ദേഹണ്ണാദികൾ ചെയ്തും 50 നമ്പർ പട്ടയത്തുംപടി പേരിൽ കൂട്ടി കരം തീർത്തും നിരാക്ഷേപമായും അനുഭവിച്ചു വരുന്ന വസ്തുക്കളിൽ ഇങ്ങനെയൊക്കെയല്ലേ. ഇതിനപ്പുറം എന്താ എഴുതണ്ടേ? എന്നിട്ട് പറയുകയാണ്, താഴെ വിവരം പറയുന്നതും 1 ലക്ഷം രൂപ വിലയുള്ളതുമായ 404 ഏക്കർ 76 സെന്റ് സ്ഥലവും. 1 ലക്ഷം രൂപ വിലയുള്ള 404 ഏക്കർ സ്ഥലം. അന്ന് ആ സ്ഥലത്തിന്റെ ഭൂമി വില എങ്ങനെയാ? 1 ലക്ഷം രൂപ. എന്തിനായി 1 ലക്ഷം രൂപ വേണ്ടി വന്നെന്നറിയോ? ഫാറൂഖ് കോളേജ് എന്ന് പറയുന്ന ഒരു കോളേജ് അവിടെ മുസ്ലിം സമുദായത്തിന് മാത്രമാണോ കോളേജ്? അല്ലല്ലോ. മുസ്ലിമീങ്ങൾ ഭൂരിപക്ഷമുള്ള ആ പ്രദേശത്ത് ഫാറൂഖ് എന്ന് പറയുന്ന ഇന്ന് സുപ്രസിദ്ധമായ കോളേജ് പണിയാൻ ശ്രമിക്കുന്നു. ഫാറൂഖ് കോളേജിന് മദ്രാസ് യൂണിവേഴ്സിറ്റിയുടെ അഫിലിയേഷൻ എന്ന് കിട്ടണമെങ്കിൽ 5 ലക്ഷം രൂപയുടെ ഈട് വെക്കേണ്ടതുണ്ട്. 5 ലക്ഷം രൂപ ഈട് വെക്കണം. എല്ലാം കൂടെ സീതി സാഹിബിന്റെ ഒക്കെ നേതൃത്വത്തിൽ എല്ലാം കൂടെ തട്ടിക്കൂട്ടിയിട്ടും 4 ലക്ഷത്തിന്റെ അപ്പുറത്തേക്ക് എത്തണില്ല. അപ്പൊ സമ്പന്നനായ ഇദ്ദേഹത്തോട് സഹായിക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോ അദ്ദേഹത്തിന്റെ അനന്തര തലമുറ അനുഭവിക്കേണ്ടുന്ന 404 ഏക്കർ സ്ഥലം 1 ലക്ഷം രൂപ കൂടി ചേരുമ്പോൾ 5 ലക്ഷം തികയും. മദ്രാസ് യൂണിവേഴ്സിറ്റിയുടെ അഫിലിയേഷൻ കിട്ടും. അവിടെ ഫാറൂഖ് കോളേജ് വരും. അങ്ങനെ കോളേജ് വന്നാൽ അതിനുവേണ്ടി തൻ്റെ സ്ഥലം അള്ളാഹുവിൻ്റെ പ്രീതിക്ക് വേണ്ടി വഖഫ് ചെയ്യുകയാണ്. ഇസ്ലാമിക ആദർശപ്രകാരം നടത്തുമെന്നുള്ള വിശ്വാസത്താൽ. ഇതിലെ രേഖ ഇങ്ങനെയാ, ഇത് വഖഫല്ല പോൽ. ഇസ്ലാമിക ആദർശപ്രകാരം നടത്തും എന്ന വിശ്വാസത്താൽ എൻ്റെ ആത്മശാന്തിക്കായി, ഹദീസിൽ പറഞ്ഞ പോലെ മരണാനന്തരം 7 കാര്യങ്ങൾ ഖബറിൽ പുണ്യം നൽകുമെന്ന് പറഞ്ഞ എൻ്റെ ആത്മശാന്തിക്കായി അടിയിൽ പറയുന്ന വ്യവസ്ഥകളോടുകൂടി എനിക്കുള്ള സകലാവകാശങ്ങളും ഒഴിഞ്ഞ് വഖഫായി ഈ മാനേജിംഗ് കമ്മിറ്റിക്ക് വേണ്ടി താങ്കൾക്ക് കൈവശപ്പെടുത്തി തന്നിരിക്കുന്നു എന്ന് അദ്ദേഹം പറയുന്നതാണ് നമ്മൾ ഇതിനകത്ത് വായിക്കുന്നത്. ഈ വഖഫിന്റെ ഈ ആധാരം വഖഫ് ആധാരമാണോ എന്നവിടെ വിവരാവകാശ പ്രകാരം ചോദിച്ച ചോദ്യത്തിന് കൃത്യമായി രജിസ്ട്രാർ ഓഫീസിൽ നിന്ന് മറ്റൊരാധാരവുമല്ല, ഇത് വഖഫ് ആധാരമാണെന്ന് കൊടുത്ത മറുപടികളുടെ രേഖകളൊക്കെ വേറെയുമുണ്ട്. അങ്ങനെ അദ്ദേഹം പറയുകയാണ്, എൻ്റെ ആത്മശാന്തിക്കായി
ഞാൻ വഖഫായി താങ്കൾക്ക് കൈവശപ്പെടുത്തി തന്നിരിക്കുന്നു. പ്രസ്തുത കോളേജിലെ വിദ്യാഭ്യാസത്തിന് ഉപയോഗിക്കുന്നതല്ലാതെ, അടുത്തതായി പറയുക, പ്രസ്തുത കോളേജിന്റെ വിദ്യാഭ്യാസത്തിന് ഉപയോഗിക്കുന്നതല്ലാതെ, ഇത് ആധാരരേഖയാണ്, എടപ്പള്ളി രജിസ്ട്രാർ ഓഫീസിൽ ഇന്നും കിട്ടുന്നതാണ്, 1950 രേഖ. വിദ്യാഭ്യാസ ആവശ്യത്തിന് ഉപയോഗിക്കുന്നതല്ലാതെ യാതൊരു മറ്റാവശ്യത്തിന് ഉപയോഗിക്കുന്നതിന് അവകാശമില്ലാത്തതും, ബാർ നടത്താൻ കൊടുക്കാൻ മേല, ഇപ്പൊ ബാറാ അതിനകത്ത്, റിസോർട്ടിന് കൊടുക്കാൻ മേല, വിദ്യാഭ്യാസത്തിന് ആവശ്യത്തിന് കൊടുക്കണം. കാരണം എനിക്കതിലൂടെ പുണ്യം കിട്ടും. ഏത് വിദ്യാഭ്യാസം? ഖുർആൻ പഠിപ്പിക്കുന്ന വിദ്യാഭ്യാസം അല്ലല്ലോ ഫാറൂഖ് കോളേജിലെ, ഹദീദ് പഠിപ്പിക്കുന്ന വിദ്യാഭ്യാസം അല്ലല്ലോ ഫാറൂഖ് കോളേജിലെ. ഈ ലോകത്തിന്റെ എല്ലാ അറിവും എല്ലാ വിദ്യാഭ്യാസവും യഥാർത്ഥ ഇൽമാണ്, പരലോകത്ത് പ്രതിഫലം കിട്ടുന്ന അറിവാണ്, എല്ലാ അറിവുകളും ദൈവികമാ എന്ന വിശ്വാസമുള്ളത് കൊണ്ടല്ലേ ഫാറൂഖ് കോളേജിന് തൻ്റെ സ്ഥലം മാറ്റിവെക്കുമ്പോ അത് എനിക്ക് ആത്മശാന്തിക്കാണ് എന്നും വിദ്യാഭ്യാസത്തിന് പുണ്യത്തിന് വേണ്ടിയല്ലാതെ ഉപയോഗിക്കരുതെന്നും അദ്ദേഹം എഴുതി വെച്ചത് അല്ലേ? പ്രിയപ്പെട്ടവരെ, ഇതിനെ വഖഫല്ലാതെ വേറെ എന്തെന്നാ പറയാ? എന്തിനു വേണ്ടിയായിരിക്കും അദ്ദേഹം ഇത് കൊടുത്തത്? എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, ഇപ്പൊ പറയണത് അദ്ദേഹം അങ്ങനെ കൊടുത്തെങ്കിലും അദ്ദേഹം അതിൻ്റെ അടിയിൽ ഒരു ക്ലോസ് എഴുതിയിട്ടുണ്ട്, ഒരു കണ്ടീഷൻ എഴുതിയിട്ടുണ്ട്, ഇതെൻ്റെ അനന്തരാവകാശികൾക്ക് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന്. മനസ്സിലായോ നിങ്ങൾക്ക്? ഈ സാധനം, ഈ ഫാറൂഖ് കോളേജ് സ്ഥാപിതമായ അന്ന് മുതൽ അത് മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമായതുകൊണ്ട് അവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾ അധികം മുസ്ലിങ്ങളാണ്. പക്ഷേ അവിടെ മുസ്ലിങ്ങൾ മാത്രമാണോ പഠിച്ചേ? അമുസ്ലിമീങ്ങളായ എത്രയോ ആളുകൾ ആ കോളേജിൽ പഠിച്ചു പോയി. പരലോകത്ത് പുണ്യം കിട്ടാൻ വേണ്ടിയിട്ട് ഒരു മനുഷ്യൻ വഖഫ് ചെയ്ത ഭൂമിയിൽ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും പഠിച്ചുപോയി. അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ടവരെ, അവിടുത്തെ അധ്യാപകർ എയ്ഡഡ് കോളേജാണ്, സർക്കാർ ലക്ഷക്കണക്കിന് രൂപ ശമ്പളം കൊടുക്കുന്ന ആ സ്ഥാപനത്തിലെ ലക്ഷങ്ങൾ ശമ്പളം വാങ്ങിക്കുന്ന അധ്യാപകരെല്ലാം മുസ്ലിങ്ങളാണോ? ഇത് മുസ്ലിങ്ങളുടെ കോളേജാ എന്നല്ലേ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കണേ. മുസ്ലിങ്ങളെക്കാൾ അധികം ഒരുപക്ഷെ അവിടുത്തെ അധ്യാപകർ, മാനേജ്മെന്റ് പലപ്പോഴും കാശ് കൂടുതൽ കിട്ടും നോക്കിയിട്ടാ അഡ്മിഷൻ ഇത് കൊടുക്കുന്നത് അല്ലേ? നമുക്ക് പലപ്പോഴും അറിയാവുന്നതാണ്. പലപ്പോഴും അവിടുത്തെ അധ്യാപകരുടെ എണ്ണം മുസ്ലിങ്ങളെക്കാൾ അധികം മറ്റുള്ളവരായിരിക്കും. അപ്പോൾ വഖഫിന്റെ ഭൂമിയിൽ വിദ്യാഭ്യാസ ആവശ്യത്തിന് വേണ്ടി, പൊതുജനാവശ്യത്തിന് വേണ്ടി, ഹിന്ദുവിനും മുസ്ലിമിനും ക്രിസ്ത്യാനിക്കും അല്ലാത്തവർക്കും പഠിക്കാൻ വേണ്ടി ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും ഒക്കെ ആയ അധ്യാപകന്മാർ ജോലി ചെയ്യുന്ന ഒരു സ്ഥാപനത്തിന് വേണ്ടി ഒരു സേട്ട് കൊടുത്ത ഈ ഭൂമിയെ ആ ആവശ്യത്തിന് ഉപയോഗിക്കണമെന്നല്ലേ മതേതര ബോധമുള്ളവൻ പറയേണ്ടത്? അങ്ങനെയല്ലേ പറയേണ്ടത്? അത് ഹിന്ദുവിനും ക്രിസ്ത്യാനിക്കും മുസ്ലിമിനും ഉപകാരപ്പെടുന്ന പൊതുസ്ഥാപനമാണെന്നല്ലേ പറയേണ്ടത്? അതല്ലേ ശരിയായ മതേതരത്വം? അതല്ലേ ശരിയായ ജനാധിപത്യം? അതോ ഏതെങ്കിലും ഞങ്ങളുടെ വിഭാഗത്തിൽപ്പെട്ട റിസോർട്ട് മുതലാളിയുണ്ട്, ഞങ്ങളുടെ വിഭാഗത്തിൽപ്പെട്ട കുറച്ച് ആളുകളുണ്ട്, അവർ ആ വഖഫ് ഭൂമി കയ്യേറിയിട്ടുണ്ട്, അതുകൊണ്ട് അത് വഖഫല്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ വഖഫിൻ്റെ ഒതന്റിസിറ്റി, അതിൻ്റെ ആധികാരികതയോ ചോദ്യം ചെയ്യാൻ മനസാക്ഷിയുള്ളവർക്ക് ഈ ആധാരം നിലനിൽക്കുക ചെയ്ത് കഴിയുമോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അതുകൊണ്ട് ഈ വിഷയത്തെ കേരളം മുഴുവൻ വഖഫിന് അനുകൂലമായ ഒരു അന്തരീക്ഷം സൃഷ്ടിച്ച് ഭേദഗതി നടപ്പാക്കാൻ RSSകാർക്ക് ഒത്താശ ചെയ്യാൻ ഇവിടുത്തെ ക്രൈസ്തവ സമൂഹത്തിലെ ഒരു വിഭാഗം രംഗത്ത് വരുമ്പോൾ നമ്മുടെ കേരളത്തിൻ്റെ അന്തരീക്ഷത്തിൽ മുനമ്പം വഖഫുമായി ബന്ധപ്പെട്ട് വർഗീയമായി വലിയ ചേരിതിരിവ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുക. അതുകൊണ്ട് ഇതിൻ്റെ വസ്തുത എന്താണെന്ന് നമ്മൾ അറിയണം. നമ്മൾ ഇതിൻ്റെ ന്യായം മാത്രമേ പറയുന്നുള്ളൂ. ഇനിയിപ്പോൾ ഇതൊക്കെ നമ്മൾ പറയുന്നു, പക്ഷേ ഇത് പറഞ്ഞതിൻ്റെ പേരിൽ ഇതൊന്നും കേൾക്കാൻ, അംഗീകരിക്കാൻ കോടതി എനിവേ തയ്യാറല്ലെങ്കിൽ നമ്മളതിൻ്റെ പേരിൽ കലാപം കൂട്ടാനൊന്നുമില്ല. പക്ഷെ വഖഫായ ഒരു സംഗതി വഖഫാണെന്ന് പറയാനുള്ള ഒരു അവകാശം പോലും ഒരു സമുദായത്തിന് ഇവിടെ ഇല്ലെന്ന് പറഞ്ഞാൽ പിന്നെ ഈ രാജ്യത്തിൻ്റെ മതേതരത്വത്തിൻ്റെ ജനാധിപത്യത്തിൻ്റെ അർത്ഥം എന്താ? എന്നിട്ട് പറയണത് അത് അനന്തരാവകാശികൾക്ക് എടുക്കാമെന്ന് പറഞ്ഞെന്ന്. എന്താ പറഞ്ഞേക്കണമെന്നറിയാവോ? എന്നാൽ ഇതിൽപ്പെട്ട വകകളും മറ്റും വിദ്യാഭ്യാസത്തിന് ഉപയോഗിക്കുന്നല്ലാതെ യാതൊരു ആവശ്യത്തിന് ഉപയോഗിക്കാൻ പാടില്ലാത്തതും ഏതെങ്കിലും കാലത്ത് കോളേജ് ഇല്ലാതെ വരികയും ഏതെങ്കിലും കാലത്ത് കോളേജ് ഇല്ലാതെ വന്നാൽ ഇതിൽപ്പെട്ട വസ്തുവകകൾ അവശേഷിക്കുകയും ചെയ്താൽ പട്ടിക വകകൾ മടക്കിയെടുക്കാൻ എനിക്കും എൻ്റെ പിന്തുടർച്ചാവകാശികൾക്കും അവസരം ഉണ്ടായിരിക്കും. ഈ ക്ലോസ് ഉള്ളത് കൊണ്ട് ഇത് വഖഫാകൂല്ലെന്ന കാരണം പിന്തുടർച്ചക്കാർക്ക് വഖഫ് കൊടുക്കാൻ പാടില്ലല്ലോ. ന്യായമാണ്, കേൾക്കുമ്പോൾ തോന്നും. പക്ഷെ എന്താ സംഭവം? ഇവിടെ കോളേജ് ഇല്ലാതായാൽ എന്നാ പറഞ്ഞേ. ഫാറൂഖ് കോളേജ് ഇല്ലേ? വളരെ സിമ്പിളല്ലേ? ഫാറൂഖ് കോളേജ് ഇപ്പോഴും ഇല്ലേ? ഇല്ലാതാകുമ്പോൾ ചർച്ച ചെയ്യേണ്ട കാര്യമല്ലേ അത്? ഇല്ലാതാവുകയും
വസ്തുവകകൾ ശേഷിക്കുകയും ചെയ്താൽ അത് മക്കൾ അനന്തരാവകാശികൾ ഏറ്റെടുക്കണമെന്ന് പറഞ്ഞ് എന്തുകൊണ്ടാണെന്നറിയാമോ? അത് യഥാർത്ഥത്തിൽ അന്ന് വഖഫ് ബോർഡിലേക്ക് പോകാൻ 1950 വഖഫ് ബോർഡില്ല. പിന്നെ ആരാത് ഏറ്റെടുക്കുക? അദ്ദേഹത്തിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾക്കനുസരിച്ച് ഉപയോഗിക്കാൻ പാകത്തിനത് ഏറ്റെടുക്കാൻ തൻ്റെ അനന്തരാവകാശികളല്ലാതെ ആരാ ഉള്ളേ? അതുകൊണ്ട് അത് ഇല്ലാതായാൽ അന്യാധീനപ്പെട്ട് വല്ലവരുടെയും കൈകളിലേക്ക്, റിസോർട്ട് ഉടമകളുടെ കൈകളിലേക്ക് പോകരുത്, ബാറായി മാറരുത്. വിദ്യാഭ്യാസം പൊതുസമൂഹത്തിന് ഉപകാരപ്പെടുന്ന നിലയിൽ നടക്കണം എന്നെഴുതി വെച്ചത് നടത്താൻ എൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ ഉൾക്കൊണ്ട് പ്രവർത്തിക്കുന്നത് എൻ്റെ അനന്തരാവകാശികളായിരിക്കുമല്ലോ. അതുകൊണ്ട് കോളേജ് നിലനിർത്തി കൊണ്ടുപോകാൻ കോളേജ് അധികൃതർക്ക് കഴിയാതെ പോയെങ്കിൽ പിന്നെ എൻ്റെ അനന്തരാവകാശികളിലേക്ക് ആ വസ്തു തിരിച്ചു കൊടുക്കണമെന്നാണ് സത്യത്തിൽ ആ പാവം എഴുതി വെച്ചത്. അത് വെച്ചുകൊണ്ട് പറയുക അത് ക്ലോസ് ഉള്ളതുകൊണ്ട് വഖഫല്ല. എങ്ങനെ വഖഫല്ലാതാകുന്നത്? അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഈ തരത്തിലുള്ള അപകടകരമായ പ്രവണതകൾ നമ്മുടെ സമൂഹത്തിൽ വ്യാപിപ്പിച്ച് ഈ ബ്രിട്ടീഷുകാരുടെ ഇന്ത്യ രാജ്യത്തിൻ്റെ വിഭജനത്തിന് അന്നേ കൂട്ടുനിൽക്കുകയും ഫാസിസ്റ്റ്, നമുക്കറിയാം, അവർക്കന്ന് ഈ രാജ്യത്തെ വിഭജിച്ച മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിഭജിച്ചതൊരു സവർണ ഹിന്ദു രാഷ്ട്രമാക്കണമെന്ന് അന്നേ അവർക്ക് നിർബന്ധമുണ്ടായിരുന്നു. ബ്രിട്ടീഷുകാർക്ക് അവർ കൂട്ടുനിന്നത് അതുകൊണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ ഇന്ത്യ രാജ്യത്തിൻ്റെ വിഭജനം മുസ്ലിമീങ്ങളുടെ ആവശ്യമായിരുന്നില്ല. ഒരു കാര്യം ഓർത്തോളൂ, വിഭജിച്ചു കൊണ്ടുപോയില്ലേ പാകിസ്ഥാൻ, നിങ്ങൾക്കിനി എന്താ വേണ്ടതെന്ന് ചോദിച്ച് നമ്മൾക്കിടയിൽ വിള്ളലുണ്ടാക്കുമ്പോൾ നമ്മൾ ഇവരോടൊരു കാര്യം ചോദിക്കുന്നുണ്ട്. എന്തെന്നറിയോ? പാകിസ്ഥാൻ വിഭജിച്ചില്ലായിരുന്നെങ്കിൽ ഇന്ത്യ മുഴുവൻ ഇവിടെ ഉണ്ടാകുമായിരുന്നോ? പാകിസ്ഥാൻ മാത്രം ഉണ്ടായിരുന്നുള്ളോ? ബംഗ്ലാദേശ് ഉണ്ടായിരുന്നില്ലേ? ബംഗ്ലാദേശ് വിഭജിച്ച മുസ്ലിങ്ങളാണോ? ആണോ? ഇന്ത്യയിൽ ഭൂട്ടാൻ ഉണ്ടായിരുന്നില്ലേ? വിഭജിച്ച മുസ്ലിങ്ങളാണോ? ഇന്ത്യയിൽ ശ്രീലങ്ക ഉണ്ടായിരുന്നില്ലേ? വിഭജിച്ച മുസ്ലിങ്ങളാണോ? ഇന്ത്യയിൽ മ്യാൻമർ ഉണ്ടായിരുന്നില്ലേ? വിഭജിച്ച മുസ്ലിങ്ങളാണോ? മുസ്ലിങ്ങൾക്ക് വിഭജനം അവരുടെ പദ്ധതിയുടെ ഭാഗമല്ല. പക്ഷേ ഇവിടുത്തെ ഹൈന്ദവ വർഗീയ ഫാസിസ്റ്റുകൾക്ക്, ചാതുർവർണ്ണ ശക്തികൾക്ക് സതി നടപ്പിലാക്കി പാവപ്പെട്ട ഹിന്ദു സഹോദരിമാരെ സ്വന്തം ഭർത്താവിൻ്റെ ചിതയിലേക്ക് വലിച്ചെറിഞ്ഞ് ആ പച്ച ജീവൻ ചിതയിൽ പിടഞ്ഞെരിഞ്ഞമരുമ്പോൾ വേദന സഹിക്കവയ്യാതെ പാതിവെന്ത ശരീരവുമായി എഴുന്നേറ്റോടുന്ന പാവപ്പെട്ട ഹിന്ദു സഹോദരിമാരെ മരക്കൊള്ളുകൊണ്ട് ചിതയിലേക്ക് തള്ളിയിട്ട് ജീവൻ പൊലിഞ്ഞു വീഴുന്ന, പിടഞ്ഞു തീരുന്ന ആ നിമിഷങ്ങൾ കണ്ട തട്ടഹസിച്ചിരുന്ന ചാതുർവർണ്ണ ശക്തികൾ അവരാണ് ഇന്ന് ഇന്ത്യ ഭരിക്കുന്നത്. അവർക്ക് മനുഷ്യത്വം എന്തെന്നറിയില്ല. നിങ്ങൾക്കറിയാം, അത് മുസ്ലിങ്ങളോടല്ല ചെയ്തത്, ഹിന്ദുക്കളോടാ. ആ ഇന്ത്യ തിരിച്ചു വരണം ഇവർക്ക്. അതിനുവേണ്ടിയായിരുന്നു വിഭജനം മുഴുവൻ. ഇവിടെ അതിന് ബുദ്ധന്മാർ തടസ്സമാ. ഇന്ത്യ നൊന്തുപറ്റ മതമാ, ശ്രീബുദ്ധന്റെ ഇന്ത്യയിൽ നിന്ന് ബുദ്ധനെ ഓടിക്കാൻ പറ്റില്ല. അതുകൊണ്ട് പാകിസ്ഥാനും ഒക്കെ എത്രയോ മുമ്പേ അവർ ശ്രീലങ്ക കൊടുത്തു, ബുദ്ധന്മാർക്ക് പൊക്കോ. മ്യാൻമർ കൊടുത്തു, ഔദ്യോഗിക മതമായി പ്രഖ്യാപിച്ചു ബുദ്ധന്മാരോട്. അതുപോലെ തന്നെ ഭൂട്ടാൻ, 3 ഔദ്യോഗിക ബുദ്ധരാഷ്ട്രങ്ങൾ. എന്തിന്? ബുദ്ധന്മാരെ ഓടിക്കാൻ. പിന്നെ പാകിസ്ഥാൻ മുസ്ലിമുകൾക്ക് കൊടുത്ത് മുസ്ലിങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടിയല്ല, ദളിതന്മാരുടെ ഇന്ത്യ രാജ്യത്തിൻ്റെ അധകൃത ജനതയുടെ ഈറ്റില്ലവും പോറ്റില്ലവുമായ മോഹൻജദാരോ ഹാരപ്പ സംസ്കാരം ഇവർക്ക് താങ്ങാനാവാത്തതാ. ഇന്ത്യ ആര്യന്മാരുടേതും സവർണന്മാരുടേതുമാണെന്ന് വരുത്തി തീർത്ത് സവർണ ഇന്ത്യ പണിയാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ദ്രാവിഡ സംസ്കാരത്തിൻ്റെ ആഗോള ഈറ്റില്ലമായ മോഹൻജദാരോ ഹാരപ്പ സംസ്കാരത്തിൻ്റെ ഈറ്റില്ലമായ മോഹൻജദാരോയും ഹാരപ്പായും ഇവിടെ ഉണ്ടാകണം. ഇവിടെ ഉണ്ടായാൽ അത് വിലപ്പോവില്ല. ഏതുപോലെ ഇന്ന് ഇന്ത്യയിൽ മുഗളന്മാർക്കും മുസ്ലിങ്ങൾക്കും പങ്കില്ലെന്ന് പറയുമ്പോൾ തല ഉയർത്തി നിൽക്കുന്ന കുത്തബ് മിനാറും താജ്മഹലും ഒക്കെ തടസ്സമാകുന്നത് കൊണ്ട് അതൊക്കെ ഞങ്ങളുടേതാണെന്ന് പറയുന്ന എട്ടുകാലി മമ്മൂജിൻ്റെ പണിയുണ്ടല്ലോ, ഒക്കെ ഞമ്മൻ്റെയാന്ന് പറയുന്ന, സ്വന്തം ഉണ്ടാക്കാൻ പറ്റില്ല, ആരാനുണ്ടാക്കിയത് ഞമ്മൻ്റെയാന്ന്, തേജോ മഹാലയമാ, കൃഷ്ണധ്വജമാ എന്നൊക്കെ പറയുന്നത് പോലെ ഇവിടെ മോഹൻജദാരോയിലും ഹാരപ്പായോയിലും ലോകത്തെ അമ്പരപ്പിച്ച 5000 വർഷം പഴക്കമുള്ള സിന്ധു നദീതട സംസ്കാരം നിലനിൽക്കുമ്പോൾ മധ്യേഷ്യയിൽ നിന്ന് കടന്നു വന്ന സവർണന്റെ സതി നടപ്പാക്കിയ ചാതുർവർണ്ണ്യം നടപ്പാക്കി സ്വന്തം മതത്തിൽപ്പെട്ടവനെ തെരുവിൽ വഴി നടക്കാൻ അനുവദിക്കാതിരുന്ന ചാതുർവർണ്ണ്യം ഇനി ഈ രാജ്യത്ത് നടപ്പാക്കാൻ സാധ്യമല്ലെന്നുള്ളത് കൊണ്ട് 2 ലക്ഷ്യം ഒരു വെടിക്ക് 2 പക്ഷി എന്നുള്ള നിലയിലാണ് ബ്രിട്ടീഷുകാരോട് കൂടി ചേർന്നുകൊണ്ട് പാകിസ്ഥാൻ വിഭജിച്ചത്. മുസ്ലിങ്ങൾക്കും രാജ്യം കൊടുത്തു വിട്ടേക്കാം, പിന്നെ മുസ്ലിമീങ്ങളുടെ ശല്യം ഉണ്ടാവില്ലല്ലോ, മുസ്ലിങ്ങൾക്ക് ഒരു പാകിസ്ഥാൻ. മുസ്ലിങ്ങളുടെ ആവശ്യമല്ല. അതോടൊപ്പം തന്നെ ആ പാകിസ്ഥാനിലേക്ക് മോഹൻജദാരോ പോണം, ഹാരപ്പ പോണം. നിങ്ങൾക്കറിയാവോ, സിന്ധു നദിയുടെ സംസ്കാരത്തിൻ്റെ ഈറ്റില്ലമാണ് മോഹൻജദാരോ ഹാരപ്പ. പള്ളിക്കുടത്തിൽ നിങ്ങൾ പഠിച്ചാൽ ഞാനും പഠിച്ചതാ. അത് സിന്ധു നദിയുടെ സംസ്കാരത്തിൻ്റെതാണെങ്കിൽ ഇന്ത്യയിൽ അത് എവിടെയെന്ന് ഞാൻ പലവട്ടം ആലോചിച്ചിട്ടുണ്ട്.
അടുത്ത കാലത്താണ് ഞാൻ അറിയുന്നത്, അത് പാകിസ്ഥാനിലാന്ന്. ഇന്ത്യയുടെ ആ മഹാപൈതൃകത്തിന്റെ ഈറ്റില്ലം പാകിസ്ഥാനിലേക്ക് പോയി. കാരണം ദ്രാവിഡൻ അവകാശപ്പെടരുത്, അങ്ങോട്ട് പൊക്കോട്ടെ, അതിൻ്റെ ആസ്ഥാനം അങ്ങോട്ട് പൊക്കോട്ടെ. ദ്രാവിഡന് കൊടുക്കണ്ട. കാരണം ദ്രാവിഡൻ മുസ്ലിമീങ്ങൾ ഇല്ലാതായാൽ, ബുദ്ധൻ ഇല്ലാതായാൽ ദ്രാവിഡനെ അടിച്ചമർത്താൻ നന്നായി അറിയാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സമയം വൈകി, ഈ സമയത്ത് ഞാൻ ദീർഘിപ്പിച്ച് പറയുന്നില്ല. അതുകൊണ്ട് ചാതുർവർണ്ണ ശക്തികൾ ഇവിടെ ശ്രമിക്കുന്നത്, ഇവിടുത്തെ ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും ഒരുപോലെ തിരിച്ചറിയണം. അവരുടെ സതി നടപ്പാകുന്ന ചാതുർവർണ്ണ്യം പുലരുന്ന ഒരു സവർണ്ണ ഇന്ത്യ തിരിച്ചു കൊണ്ടുവരാൻ ഇന്ത്യയെ പലവട്ടം വിഭജിച്ച അവർ, ആ വിഭജനത്തിന്റെ ഭാഗമാണ് പാകിസ്ഥാൻ വിഭജനവും. പക്ഷെ പാകിസ്ഥാൻ വിഭജിക്കാൻ സമ്മതിക്കില്ല എന്ന് ജമിയത്തുൽ ഉലമായ ഹിന്ദു പറഞ്ഞു, മൗലാന അബുൽ കലാം ആസാദ് പറഞ്ഞു, മൗലാന മഹമ്മൂദ് അൽ ഹസൻ ദൈബന്തി പറഞ്ഞു, ഹുസൈൻ അഹമ്മദ് മദനി പറഞ്ഞു. ഗാന്ധിജിയോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് വിഭജനത്തിനെതിരെ ശക്തമായി പ്രവർത്തിച്ചപ്പോൾ വിഭജനാനന്തരം അവർ ബ്രിട്ടീഷുകാരോട് ആവശ്യപ്പെട്ട് അവർക്ക് വേണ്ടി രണ്ടായി പകുത്തുകൊടുത്ത ഇന്ത്യ രാജ്യത്തെ സവർണ ഹിന്ദു രാഷ്ട്രമാക്കാൻ അവർക്ക് കഴിയാതിരുന്നതിൻ്റെ പക തീർക്കാൻ വേണ്ടി 1 നൂറ്റാണ്ടായി കാത്തിരിക്കുകയാണവർ. അവര് ആ രാജ്യത്തിൻ്റെ നിർമ്മിതിയിലൂടെ മുസ്ലിങ്ങൾ തടസ്സമാണ്. അതുകൊണ്ട് മുസ്ലിമീങ്ങളുടെ വിശ്വാസത്തിൽ കൈവയ്ക്കാൻ എന്താണിത്? UCC, യൂണിഫോം സിവിൽ കോഡ്, ഏക സിവിൽ കോഡ് എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളുടെ മതം അനുഷ്ഠിക്കാൻ പറ്റില്ല. പക്ഷെ അത് മുസ്ലിങ്ങൾക്ക് മാത്രമല്ല ഭീഷണി എന്ന് ഈ രാജ്യത്തെ എല്ലാവരും തിരിച്ചറിയണം. UCC എന്ന് പറഞ്ഞാൽ ഒരു മതത്തിനും വ്യത്യസ്തമായ അനുഷ്ഠാനം, വിശ്വാസം, ആചാരം വേണ്ടെന്ന. അങ്ങനെ വന്നാൽ മുസ്ലിമിനെ മാത്രമല്ല ക്രിസ്ത്യാനിയെയും ഹിന്ദുവിനെയും ബാധിക്കുമെന്ന് അവർ ഓർക്കണം. സഹോദരങ്ങളെ, അതുപോലെ തന്നെ എല്ലാ മതങ്ങളെയും തമ്മിലടിപ്പിക്കാൻ വേണ്ടി ബ്രിട്ടീഷുകാർ ഉപയോഗിച്ചത് ഈ വിഭജന തന്ത്രം. അധികാര കസേരയിൽ 100 പേർ വോട്ട് ചെയ്യുമ്പോൾ 65 പേര് നിങ്ങൾ ഭരിക്കണ്ട എന്ന് പറയുമ്പോൾ 35 പേരുടെ മാത്രം വോട്ട് വാങ്ങിച്ച് എണ്ണത്തിന്റെ സാങ്കേതികതയിലൂടെ മാത്രം അധികാരത്തിൽ കയറിയിരിക്കുന്ന ഈ സവർണ ഫാസിസ്റ്റുകൾ നമ്മളെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അവരോട് നോ എന്ന് നേരത്തെ സ്വാഗത പ്രസംഗകൻ പറഞ്ഞതുപോലെ നമ്മൾ മിണ്ടാതിരിക്കുകയല്ല. പറ്റില്ല, ഞങ്ങൾ അനുവദിക്കില്ല ഞങ്ങളെ ഭിന്നിപ്പിക്കാൻ. ഞങ്ങൾക്കിവിടെ ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും സഹോദര ഭാവേന ജീവിക്കണമെന്ന് ഉറക്കെ പറയാനും ഇതിനെതിരെയുള്ളവരുടെ ദുഷ്പ്രചരണങ്ങളെ മറികടക്കാനും വഖഫ് എന്ന് പറയുന്നത് ഈ രാജ്യത്തെ എല്ലാ വിഭാഗം ജനങ്ങൾക്കുമുള്ളതാണ്. ഇന്ത്യ രാജ്യത്തെ ഇന്ത്യയുടെ വഖഫ് ഭൂമി പലപ്പോഴും ഗവൺമെന്റ് കൈവശം വെച്ച് ജനോപകാരപ്രദമായ സുപ്രീം കോടതി പോലെ, ആർക്കിയോളജിയുടെ ബിൽഡിങ്ങുകൾ പോലെ, കോർപ്പറേഷൻ്റേതുപോലെ അതുപോലെ പലതും നിർമ്മിച്ചിട്ടുണ്ട്. ഞങ്ങൾ ചോദ്യം ചെയ്തിട്ടില്ല. പക്ഷെ സ്വകാര്യ വ്യക്തികൾക്ക് വിട്ടുകൊടുത്തപ്പോൾ അത് ചോദ്യം ചെയ്യാൻ കോൺഗ്രസ് ആ നിയമം ഉണ്ടാക്കിയത്, മുസ്ലിങ്ങൾ പറഞ്ഞിട്ടല്ല. ഇപ്പോൾ വഖഫിന് അനുകൂലമായി നിയമം നിർമ്മിച്ച കോൺഗ്രസിനെ കാംഗ്രസ് എന്നാ പറയണേ ഇവര്. കാംഗ്രസിന് വോട്ട് ചെയ്യരുമെന്ന് പറഞ്ഞു. പക്ഷേ വയനാട്ടിലെ ജനത കാംഗ്രസിന് തന്നെ വോട്ട് ചെയ്തു. ക്രിസ്ത്യാനികളും ഇവരുടെ ഈ വർഗീയവാദികളെ കേൾക്കാൻ ക്രിസ്ത്യാനികൾക്ക് പോലും മനസ്സില്ല. അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾ ധാരാളമുള്ള വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധിക്ക് 4,10,000 വോട്ട് കിട്ടുമോ? അപ്പൊ ക്രിസ്ത്യാനികൾ ഇവരെ കേൾക്കുന്നില്ല. കാംഗ്രസ് എന്ന് ഇവർ പറഞ്ഞവർക്ക് എന്തിനാ ഈ പാലക്കാടോ ഇവര് വോട്ടേ ചെയ്തേക്കരുത്, ഞങ്ങളൊന്നുകിൽ BJPക്ക് അല്ലെങ്കിൽ അപ്പുറത്ത് എന്നൊക്കെ പറഞ്ഞു. പക്ഷെ വോട്ട് ചെയ്ത ആർക്കാ? ഇവർ വഖഫിന് പ്രൊട്ടക്ഷൻ നിയമം ഉണ്ടാക്കിയെന്ന് പറഞ്ഞ കാംഗ്രസിന് തന്നെ വോട്ട് ചെയ്ത് കാംഗ്രസിൻ്റെ ആൾ ജയിച്ചില്ലേ? BJP ജയത്തിന്റെ പക്കത്ത് നിൽക്കുന്നു എന്ന് പറയുന്നിടത്ത് ക്രിസ്ത്യാനികളിൽ നല്ലവരായ മതേതര ബോധമുള്ള ആരും ഇത് അംഗീകരിക്കുന്നില്ല. പിന്നെ എന്തിനാണ് കാസയ്ക്ക് വേണ്ടി PC ജോർജ് എന്ന് പറയുന്ന ഒരു ഊള മനുഷ്യന് വേണ്ടി, വർഗീയവാദികളായ ഒരുപറ്റം പുരോഹിതന്മാർക്ക് വേണ്ടി മാത്രം വഖഫിന്റെ ഭൂമിയല്ലെന്ന് പറഞ്ഞ് നമ്മൾ എന്തിനു വേണ്ടിയാണ് സത്യത്തെ കണ്ണന്റെ നേരെ കണ്ണടയ്ക്കുന്നത് എന്ന് നമ്മൾ ഓരോരുത്തർ ആലോചിക്കണം. ഭൂമി വഖഫാണ്, പക്ഷെ പാവപ്പെട്ട ജനങ്ങളെ കുഴിയൊടിപ്പിച്ച് വഴിയാധാരമാക്കരുത്. അതിനാവശ്യമായ സംവിധാനങ്ങൾ കോടതിയും ഗവൺമെന്റും ഒന്നിച്ചാലോചിച്ച് പരിഹരിക്കാൻ നടത്തുന്ന ഏത് നീക്കത്തിനും മുസ്ലിം സമുദായം ഒപ്പമാണ്. മദ്രസയുടെ വിഷയത്തിൽ പ്രിയപ്പെട്ടവരെ, ഇവിടെ ഒരുപാട് കാര്യങ്ങൾ സത്യത്തിൽ ചർച്ച ചെയ്യാനുണ്ട്. സമയം ഇപ്പോൾ തന്നെ വൈകിയതുകൊണ്ട് ഞാൻ അങ്ങോട്ടൊന്നും പോകുന്നില്ല. മദ്രസകളുടെ നേരെയാണ് ഇപ്പോൾ കടന്നുകയറ്റം ആരംഭിച്ചിരിക്കുന്നത്. മദ്രസ എന്ന് പറയുമ്പോൾ നിങ്ങളൊക്കെ നമ്മളൊക്കെ പലരും വിചാരിക്കുന്ന മദ്രസ പൊട്ടന്മാരാണെന്നാണല്ലോ ഇപ്പോൾ ചില ആളുകൾ പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ പൊട്ടന്മാർ പഠിച്ചടാ മദ്രസ എന്ന്. നിങ്ങൾക്ക് അറിയാവോ മദ്രസ സത്യത്തിൽ എന്താണെന്ന്? ഈ ലോകത്ത് വിച്ച് ഫേമസ് പേഴ്സൺ സ്റ്റഡീഡ് ഇൻ മദ്രസ എന്ന് നിങ്ങൾ ഗൂഗിളിലൊന്ന് സെർച്ച് ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് കാണാം, ഇറ്റ് വാസ് വൈഡ്ലി ബിലീവ് ദാറ്റ് രാജാറാം മോഹൻ റോയ് ഹാഡ് സ്റ്റഡീഡ് അറ്റ് ദി മദ്രസ ആലിയ ഇൻ ബംഗാൾ. ബംഗാളിലെ മദ്രസ ആലിയയിൽ പഠിച്ച ആളാണ് രാജാറാം മോഹൻ റായ്. അതുകൊണ്ടാണ് രാജാറാം മോഹൻ റായ് സതി നിർത്തലാക്കിയത്. സതി നിർത്തലാക്കാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത് അദ്ദേഹത്തിൻ്റെ മദ്രസ വിദ്യാഭ്യാസമാണ്. അദ്ദേഹത്തിന് നന്നായി അക്കാര്യത്തിൽ ഗ്രാഹ്യമുണ്ടായിരുന്നുവെന്ന് നമുക്ക് സെർച്ച് ചെയ്ത് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും. അദ്ദേഹം ഒരു സോഷ്യൽ അത് ആരൊക്കെയാണ് മദ്രസയിൽ പഠിച്ചത്?
Madrasas were inclusive. And India's first president, Dr. Rajendra Prasad, മദ്രസയുടെ സന്താനമാണ്. സോഷ്യൽ റിഫോമർ രാജാറാം മോഹൻ റായ് മദ്രസയുടെ സന്താനമാണ്. ആൻഡ് ഹിന്ദി റൈറ്റർ മുൻഷി പ്രേംചന്ദ് മദ്രസയുടെ സന്താനമാണ്. എന്നിട്ട് പറയുകയാണ്, ബിഗാൻ ദെയർ എഡ്യൂക്കേഷൻ വിത്ത് മൗലവീസ്. മൗലവീസ് ബ്രാക്കറ്റ് കൊടുത്തിരിക്കുക, ഇസ്ലാമിക് റിലീജിയസ് സ്കോളേഴ്സ്, മുസ്ലിം പണ്ഡിതന്മാരുടെ അടുത്താണ് പഠിച്ചതെന്ന്. അതാണ് മദ്രസയുടെ പാരമ്പര്യം. ആ മദ്രസയുടെ സന്തതി ആയതുകൊണ്ടാണ് ചിതയിൽ എരിഞ്ഞമർന്ന ഹിന്ദു സ്ത്രീകൾക്ക് രാജാറാം മോഹൻ റായ് മദ്രസ ആലിയയുടെ സന്താനമാണ്. അവർക്ക് ഈ രാജ്യത്ത് സ്വാതന്ത്ര്യം നൽകിയത്. നിങ്ങൾക്കറിയാമോ? ഇതൊക്കെ ഇവർ മറച്ചു വയ്ക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. മദ്രസ എന്ന് പറയുന്നത് ഈ രാജ്യത്തിൻ്റെ സാമൂഹിക മേഖലയിൽ രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഇടപെട്ട് ബ്രിട്ടീഷുകാരോട് സന്ധിയില്ല സമരം ചെയ്ത് ദാറുൽ ദൈബന്ദ് 150 വർഷം പഴക്കമുള്ള ദാറുൽ ദൈബന്ദിന്റെ സന്തതികളാണ് ഞങ്ങൾ, ഈ ആലിമ്യങ്ങൾ പലരും, കാസിമിമാർ. ബ്രിട്ടീഷുകാരൻ ഗാന്ധിജി മൗലാന അലി സഹോദരന്മാരോടൊപ്പം ആസാദിനോടൊപ്പം ദാറുൽ ദൈബന്ദിൽ വന്നിരുന്നാണ് സ്വാതന്ത്ര്യ പ്രക്ഷോഭം ചർച്ച ചെയ്തത്. അങ്ങനെ ബ്രിട്ടീഷുകാരെ കെട്ടുകെട്ടിച്ച പ്രസ്ഥാനത്തിന്റെ പേരാണ് മദ്രസ. രാജാറാം മോഹൻ റോയ് പഠിച്ച പ്രസ്ഥാനത്തിന്റെ പേരാണ് മദ്രസ. രാജേന്ദ്ര പ്രസാദ് പഠിച്ച പ്രസ്ഥാനത്തിന്റെ പേരാണ് മദ്രസ. മുൻഷി പ്രേംചന്ദിന്റെ പ്രസ്ഥാനത്തിന്റെ പേരാണ് മദ്രസ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ ജാമിയ മില്ലിയ അറബിക് കോളേജ് അല്ല, ഡൽഹിയിലെ ജാമിയ മില്ലിയ അറിയാവോ നിങ്ങൾക്ക്? ഇന്ത്യയിലെ അലിഗർ പോലെ ഏറ്റവും പ്രസിദ്ധമായ ജാമിയ മില്ലിയ സ്ഥാപിച്ചാരാന്നറിയാവോ? ദാറുൽ ദൈബന്ദിന്റെ സ്ഥാപക നേതായ മൗലാന ഷെയ്ഖുൽ ഹിന്ദ് മഹ്മൂദ് അൽ ഹസൻ ദൈബന്ദി ദാറുൽ ദൈബന്ദ് മദ്രസയുടെ സ്ഥാപകനും ജാമിയ മില്ലിയ അറബിക് കോളേജിന്റെ സ്ഥാപകനും ഒന്നാണ്. മഹ്മൂദ് അൽ ഹസൻ ഗേറ്റ് ഉണ്ട് ജാമിയ മില്ലിയയ്ക്ക്. അറിയോ? ഈ മദ്രസയും ഇല്ലാതാക്കണം. എന്തിന്? ഈ മദ്രസ സാമൂഹ്യ വ്യവസ്ഥിതിയെ തകർക്കുന്നവരെ അനുവദിക്കില്ല. രാജാറാം മോഹൻ റായിമാരെ ഉൽപ്പാദിപ്പിക്കും. ചാതുർവർണ്ണ്യം സമ്മതിക്കില്ല, സതി അനുവദിക്കില്ല. സ്വാതന്ത്ര്യത്തിന്റെ ശത്രുക്കളെ തുറന്നു കാട്ടും. ചാതുർവർണ്ണ്യത്തിന്റെ ശക്തികൾക്ക് മദ്രസ എതിരാണ്. അതുകൊണ്ട് മതം വേണ്ട UCC, പൗരത്വം വേണ്ട NRC, മദ്രസ വേണ്ട വഖഫ്, മദ്രസ ഭേദഗതി. ഇങ്ങനെ നമ്മുടെ രാജ്യത്തെ ഏറ്റവും ശക്തമായ ചാതുർവർണ്ണ്യ ശക്തികളുടെ ഏറ്റവും വലിയ ഭീഷണിയായ ഇസ്ലാമിക സമൂഹത്തെ തകർത്താൽ പിന്നെ ക്രിസ്ത്യാനി ഒരു സംഭവമല്ല. മറ്റുള്ളവരൊരു ദളിതൊരു സംഭവമേ അല്ല. അവരെ ചവിട്ടിക്കൂട്ടിയാൽ അവർ കരയുക പോലും ചെയ്യില്ല. കാരണം ചാതുർവർണ്ണ്യം മായാസൃഷ്ടം. അവരെ പഠിച്ചിരിപ്പിച്ചിരിക്കുന്ന ചാതുർവർണ്ണ്യം ദൈവസൃഷ്ടിയാണെന്ന്. അവരന്ധമായി അടിമകളായിക്കോളും. മുസ്ലിമീങ്ങളാണ് അവർക്ക് മോചനം നൽകിയത്. എത്രയോ ദൂരം വഴിമാറി നിൽക്കും ഒരേഴച്ചെറുമൻ പോയി തൊപ്പിയിട്ടാൽ ചിത്രം അവനെത്തിച്ചാരത്തണഞ്ഞിടാം. ചെറ്റും പേടിക്കേണ്ട തമ്പുരാരെ, ഇത്ര സുലഭവും ആശ്ചര്യവുമായി സിദ്ധിക്കും സ്വാതന്ത്ര്യ സൗഖ്യമെങ്കിൽ ബുദ്ധിയുള്ളോരിങ്ങ ശ്രേയസുപേക്ഷിച്ച് മേവുമോ കൂട്ടരെ ജാതി ജയിലിൽ. കുമാരനാശാൻ ദുരവസ്ഥയിൽ എന്ന് പറഞ്ഞാൽ തെരുവിൽ പട്ടിയെപ്പോലെ വേട്ടയാടുമ്പോൾ അവൻ പോയി തൊപ്പിയിട്ട് മുസ്ലിമായി തിരിച്ചു വന്നാൽ, ആട്ടിയ തമ്പ്രാന്റെ ഇല്ലത്ത് നാളെ കയറി ചെന്നാൽ ഇറങ്ങടാന്ന് പറയാൻ പറ്റില്ല. ഈ സ്വാതന്ത്ര്യം ഇസ്ലാം നൽകുമ്പോ ചാതുർവർണ്ണ്യത്തിന്റെ സവർണ സുവർണ രാജ്യം സ്വപ്നം കാണുന്നവർക്ക് ഇസ്ലാമിന്റെ മതം പ്രശ്നമാണ് UCC, ഇസ്ലാമിന്റെ പൗരത്വം പ്രശ്നമാണ് NRC, ഇസ്ലാമിന്റെ സ്ഥാപനങ്ങൾ പ്രശ്നമാണ് വഖഫ് മദ്രസ. അങ്ങനെ അത്രയും വൃത്തികെട്ട 5000 വർഷം പഴക്കമുള്ള ചാതുർവർണ്ണ്യത്തിലേക്ക് രാജ്യത്തെ കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന ശക്തികൾക്ക് ഇവിടുത്തെ നമ്മുടെ ക്രൈസ്തവ സഹോദരങ്ങളിൽ ഒരു ചെറിയ വിഭാഗം ഞങ്ങൾ നിങ്ങളെ മുഖി വലിച്ചു കളയുമെന്നൊക്കെ പറഞ്ഞ് കാസയൊക്കെ പേടിപ്പിക്കുമ്പോൾ നമുക്ക് അവരോട് പറയാനുള്ള അങ്ങ് പേടിപ്പിക്കുകയൊന്നും വേണ്ട. പേടിക്കാനാണ് RSSനെ പേടിക്കാൻ അറിയാം. ഒരു മുക്കാക്കൂടി അവരുടെ ഊരെ ചാരിയിട്ട് ഞങ്ങൾ പേടിപ്പിക്കും, ഞങ്ങൾ വലിക്കുക എന്ന് പറഞ്ഞാൽ വലിക്കാൻ മാത്രം വലിയ മൂക്കൊന്നും ഓർക്കില്ല. അതുകൊണ്ട് അവരെ പേടിക്കാനോ പേടിക്കാതിരിക്കാനോ മാത്രം ഒരു ഘടകമേ അല്ലവർ. ആര്? ക്രിസ്ത്യാനിയെന്നല്ല ഞാൻ പറയുന്നത്. നല്ലവരായ ക്രിസ്ത്യാനികൾ അങ്ങനല്ല. കാസയെ അതുപോലെ തന്നെ ഈരാറ്റുപേട്ടയിലെ പൂസനെ ഒന്നും മുസ്ലിം സമുദായം ഒട്ടും പേടിക്കൂല. മുസ്ലിം സമുദായം മുനമ്പത്തെ ചെറായിയിലെ പാവപ്പെട്ട ക്രൈസ്തവരായ സഹോദരങ്ങളോടൊപ്പമാണ്. അവർ കുടിയൊഴിപ്പിച്ച് വഴിയാധാരമാകാൻ ഞങ്ങൾ സമ്മതിക്കില്ല.
എന്തും നാം ചെയ്തു കൊടുക്കും. എങ്ങനെ ചെയ്യേണ്ടി വഖഫാണെന്ന് അംഗീകരിച്ചുകൊണ്ട് തന്നെ ചെയ്യാൻ പഴുതുകളുണ്ട്, ക്ലോസ് ഉണ്ട് എന്ന് പറയുന്ന നമുക്ക് നമ്മുടെ കൃത്യമായ നിലപാടുകൾ, കാസ പേടിപ്പിച്ചാൽ, PC ജോർജ് പേടിപ്പിച്ചാൽ വാലും മടക്കി ഓടേണ്ട കാര്യമൊന്നും വഖഫല്ലെന്ന് പറയേണ്ട ഗതികേടൊന്നും നമുക്കില്ല. എന്നാൽ അനാവശ്യമായ വർഗീയ സംഘർഷത്തിന് നാം ഒട്ട് കൂട്ടുനിൽക്കുകയുമില്ല. നിയമപരമായ പോരാട്ടത്തിലൂടെ മതേതര കക്ഷികളെ ചേർത്ത് പിടിച്ചുകൊണ്ട് നാം ഇന്ന് മുന്നോട്ട് പോകുന്ന പാതയിൽ ഈ പ്രശ്നത്തെ പരിഹരിക്കുകയും യഥാർത്ഥത്തിൽ മുനമ്പം വഖഫ് തന്നെയാണ് അതിൻ്റെ ആധാരരേഖകൾ സൂചിപ്പിക്കുന്നുണ്ട്. ഇനി തെളിവുകൾ പറഞ്ഞു നിൽക്കാൻ നേരമില്ലാത്തതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അതുകൊണ്ട് കൃത്യമായി നയനിലപാടുകളിലൂടെ സത്യം പറയാൻ നമ്മൾ ഇന്ന് പേടിച്ചാൽ, ബാബരി മസ്ജിദ് പൊളിഞ്ഞു, അവസാനം എന്തു പറഞ്ഞു, അത് ദേശീയ വികാരമാണെന്നൊക്കെ നമ്മൾ പറയാൻ പോയാൽ പിന്നെ അതല്ലേ നടക്കൂ, കണ്ടോണ്ടിരിക്കുകയല്ലേ. ആവശ്യമില്ലാത്ത വിട്ടുവീഴ്ച അപകടം ചെയ്യുമെന്നുള്ളതല്ലേ കാശി, അതുപോലെ തന്നെ മധുര, പിന്നെ ഗ്യാൻവാപ്പി ഒക്കെ തെളിയിക്കുന്നത്. ഇപ്പോൾ എവിടെ ഡൽഹി ജുമാ മസ്ജിദിന് നേരെ പോയി. ആവശ്യമില്ലാത്ത വിട്ടുവീഴ്ച വേണ്ട, ബുൾഡോസർ രാജ് നിറുത്തു, മദ്രസയുടെ നേരെ കയ്യേറ്റം പാടില്ല. അതോടൊപ്പം തന്നെ വഖഫ് എല്ലാ കാര്യങ്ങളിലും കൃത്യമായി നിലപാടെടുപ്പിക്കാൻ ജമിയത്തുൽ ഉലമാ ഹിന്ദിൻ്റെ കേസിന് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ദേശീയ സാമൂഹിക പ്രസ്ഥാനങ്ങളോടൊപ്പം, മതേതര പ്രസ്ഥാനങ്ങളോടൊപ്പം, നമ്മുടെ നന്മയ്ക്ക് വേണ്ടി, രാഷ്ട്രത്തിൻ്റെ അഖണ്ഡതയ്ക്ക് വേണ്ടി മതേതരമായി നിയമപരമായി പ്രവർത്തിക്കുന്ന പ്രസ്ഥാനങ്ങളോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് രാജ്യനിവാസികളെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് സത്യം ബോധ്യപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാം. അത്തരത്തിൽ അർത്ഥവത്തായ ഒരു സമ്മേളനം സംഘടിപ്പിക്കാൻ സന്നദ്ധമായ ഇവിടുത്തെ മഹല്ല് കോർഡിനേഷൻ കമ്മിറ്റിയുടെ ദാർശനിക ഉൾക്കാഴ്ചയുള്ള പ്രത്യുൽപ്പന്നമതിത്വമുള്ള ഇതിൻ്റെ നേതാക്കന്മാരെ അഭിനന്ദിക്കുകയും റബ്ബ് തആല സമാധാനപൂർണ്ണമായ നമ്മുടെ രാജ്യത്തിൻ്റെ യശസ് തിരിച്ചു കൊണ്ടുവരാൻ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് മഹത്തായി യോഗം അല്ലാഹുവിൻ്റെ തിരുനാമത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന തിരുനാമം ഉരുവിട്ടുകൊണ്ട് ഉദ്ഘാടനം ചെയ്തതായി ഔപചാരികമായി പ്രഖ്യാപിക്കുന്നു. അൽഹംദുലില്ലാഹി അവ്വലം വ ആഖിറ വ ആഖിറു ദഅവതി അനിൽ ഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.